Hello everyone, hope you're all doing good. Myself Tanuja and we are discussing biology. അല്ലേ ഇന്ന് +2 ബയോളജിയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ എന്താ പറയുക സിമ്പിൾ ആയിട്ടുള്ള കോമൺ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൻ്റെ പേരാണ് നിങ്ങൾ ആസ് യു സി ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. പേരിലുള്ള പോലെ തന്നെ എന്താണ് ഹെൽത്ത്, അതേപോലെ ഡിസീസസ് എന്താണ്, കുറച്ച് ടൈപ്സ് ഓഫ് ഡിസീസസ് ഇതൊക്കെയാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് അറിയാവുന്ന ഡിസീസസ് അല്ലേ, നമ്മൾ കേട്ട് വന്ന ഡിസീസസ് ഏതൊക്കെയാണ്? ഈ ഡെങ്കു, മലേറിയ പോലത്തെ ഡിസീസസ് ഉണ്ട്. അതേപോലെ സാധാ നമ്മുടെ പനി, ജലദോഷം അല്ലേ, അങ്ങനത്തെ ഡിസീസസ് ഉണ്ട്. സോ അങ്ങനത്തെ ഡിസീസസിനെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നത്, മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒന്നും തന്നെ ഇല്ല, സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഇപ്പോൾ ഒരു ഡിസീസിനെ പറ്റി പറയുവാണെങ്കിൽ മെയിനായിട്ട് പറയാനുള്ളത് ആ ഡിസീസിൻ്റെ പേര് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ആ ഡിസീസ് ഉണ്ടാക്കുന്ന ഓർഗാനിസം, ഒരു വൈറസ് ആവാം, ബാക്ടീരിയ ആവാം, പ്രോട്ടോസോവ ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവാം. അങ്ങനെ ഉണ്ടാക്കുന്ന ഓർഗാനിസം ഏതാണെന്ന് പഠിക്കാനുണ്ട്. അതുപോലെ സിംറ്റംസ്, ഈ സിംറ്റംസ് ഒക്കെ നമുക്ക് അറിയാവുന്നതല്ലടാ, എല്ലാത്തിൻ്റെ ഓൾമോസ്റ്റ് എന്തായിരിക്കും, പനി അല്ലേ, പനി തലവേദന ഇതൊക്കെ എല്ലാത്തിൻ്റെ ഓൾമോസ്റ്റ് ഉണ്ട്. ഓക്കെ, എനിവേസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാനുണ്ട്, സിംറ്റംസും പഠിക്കാനുണ്ട്. ഓക്കെ, അതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കും. ആൻഡ് അങ്ങനെ കുറച്ച് ഡിസീസസിനെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കണത്. അങ്ങനെ കുറച്ച് ഡിസീസസിനെ നോക്കി കഴിഞ്ഞതിന് ശേഷം ഓഫ് കോഴ്സ് ഡിസീസിനെ പ്രതിരോധിക്കാൻ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് ആസ് ഹ്യൂമൻസ്, നമ്മുടെ കയ്യിൽ നമുക്കൊരു ഡിസീസ് വന്നാൽ നമ്മുടെ ശരീരത്തിൻ്റെ എന്ത് സിസ്റ്റം ഉള്ളത് അതിനെ പ്രതിരോധിക്കാൻ? ഓഫ് കോഴ്സ് ഇമ്മ്യൂൺ സിസ്റ്റം ഇല്ലേടാ, ഇമ്മ്യൂണിറ്റി ഇല്ലേ, നമുക്കൊക്കെ ഇമ്മ്യൂണിറ്റി നമ്മൾ കേട്ടിട്ടില്ലേ? ഈ കോവിഡിൻ്റെ ഒക്കെ ടൈമിൽ അല്ലേ, ഫുൾ എല്ലാവരും കൂടെ എന്താ ഇമ്മ്യൂണിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു അല്ലേ. രാവിലെ എണീക്കുന്നു, എന്താ ഇഞ്ചിയും മറ്റേ ചെറുനാരങ്ങയൊക്കെ ഇട്ടിട്ട് വെള്ളമൊക്കെ ഉണ്ടാക്കുന്നു, കുടിക്കുന്നു, എന്തൊക്കെയായിരുന്നു അല്ലേ. അവസാനം എന്തായി, അവസാനം ഞാൻ പറയുന്നില്ല, പവനായി ശവമായി എന്നൊക്കെ പറഞ്ഞ പോലെ ആ ഒരു സിറ്റുവേഷനിലേക്ക് പോയല്ലേ. എനിവേസ് ഇമ്മ്യൂൺ സിസ്റ്റം, റൈറ്റ്. അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ പറ്റി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഉണ്ട്. നമുക്ക് ചാപ്റ്ററിലേക്ക് ഡയറക്റ്റ്ലി പോയാലോ? ഡയറക്റ്റ്ലി നോക്കാം നമുക്ക് എന്താണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ സിമ്പിൾ കോൺസെപ്റ്റ്സ് ആട്ടോ. എന്താണ് ഹെൽത്ത് എന്ന് പറയുന്നുണ്ട്? ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്കറിയാം നല്ല ഹെൽത്തി ആയിട്ടിരിക്കണം അല്ലേ. പക്ഷെ അത് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ നമ്മളെങ്ങനെ ഡിഫൈൻ ചെയ്യും? രോഗമില്ലാത്ത അവസ്ഥയെ നമുക്ക് ഹെൽത്ത് എന്ന് പറഞ്ഞൂടെ? പറയാം, എടാ ഒരു പ്രശ്നവും ഇല്ല, നല്ല ഹെൽത്തി ആയിട്ട് പോവുകയാണെങ്കിൽ, ഒരു പ്രശ്നമുള്ള ഒരു ഡിസീസസ് ഒന്നും ഇല്ലാതെ പോവുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് അതിനെ ഹെൽത്ത് എന്ന് വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം. പക്ഷെ അത് മാത്രമല്ല ഹെൽത്ത് എന്ന് പറയുന്നത്. എന്താണ് ഹെൽത്തിൻ്റെ ഡെഫിനിഷൻ? ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ വെൽബീങ്. മനസ്സിലായോ? ജസ്റ്റ് മ്യൂർ ഫിസിക്കൽ വെൽബീങ് മാത്രമല്ല ഹെൽത്ത്. നമുക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് അല്ലേ. ഫിസിക്കലി നമുക്ക് സുഖമില്ലാണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പത്തിന് എന്ത് ചെയ്യും, ഹോസ്പിറ്റലിൽ പോവും, അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് പോവും, ആകെ ബഹളം. പക്ഷേ നമുക്ക് മെൻ്റലി നമ്മൾ സൈക്കോളജിക്കലി അല്ലെങ്കിൽ മെൻ്റലി നമ്മൾ ഡൗൺ ആണെങ്കിൽ, നമ്മൾ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് പുറത്ത് പറയാൻ മടിയാണ് അല്ലേ. പൊതുവെ ജനറലൈസ് ചെയ്യുന്നില്ല, പക്ഷെ എന്നാലും ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് എന്താണ്, പുറത്ത് പറയാൻ മടിയാണ്. പറഞ്ഞാൽ തന്നെ അത് ആൾക്കാർ സ്വീകരിക്കുന്ന രീതിയും ഡിഫറെൻ്റ് തന്നെയാണ് അല്ലേ. ഇപ്പം നമുക്ക് എന്താ പറയുക, ആങ്സൈറ്റി ഇഷ്യൂസ് അല്ലെങ്കിൽ ഡിപ്രഷനൊക്കെ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് സ്വീകരിക്കുന്ന രീതി ഇറ്റ്സ് സിമ്പിൾ അല്ലേ, ഇറ്റ്സ് നോട്ട് ഈവൻ എ ഡിസീസ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് ആൾക്കാർ പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരു ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരാൾ ഹെൽത്തി ആണെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, ഹെൽത്തിൻ്റെ ഡെഫിനേഷനിൽ പറഞ്ഞിട്ടുണ്ടാ സ്റ്റേറ്റ് ഓഫ് ഫിസിക്കൽ മാത്രമല്ല ബട്ട് മെൻ്റൽ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ വെൽബീങ്. ഈ എല്ലാ ആസ്പെക്ട്സിലും നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഹെൽത്തി ആണെന്ന് പറയുന്നത്. അല്ലാതെ ജസ്റ്റ് മ്യൂർ ഫിസിക്കൽ എന്താ പറയുക വെൽബീങ് അല്ല ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്യണം കേട്ടോ. എങ്ങനെയാണ് ഹെൽത്തിനെ ബാധിക്കുക? എന്താണ് ഹെൽത്തിനെ ബാധിക്കുക? എടാ ഹെൽത്തിനെ ബാധിക്കുന്ന അല്ലേടാ ഡിസീസസ് അല്ലേ. നമുക്ക് ഓരോ തരത്തിലുള്ള ഡിസോർഡേഴ്സ്, ഇപ്പോൾ പറയുകയാണെങ്കിൽ ജനറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ജനിതകപരമായ അല്ലേ, നമുക്ക് നമ്മുടെ ജീന് വഴി കിട്ടുന്ന ഡിസോർഡേഴ്സ് ആണ് ജനറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമ്മുടെ കൺട്രോളിലാണോ പൂർണ്ണമായിരിക്കണേ? അല്ലല്ലോ. അപ്പോൾ ഈ ജനറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നമ്മുടെ ഹെൽത്തിനെ എന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യുന്നുള്ളതാണ്. പിന്നെ ഇൻഫെക്ഷൻസ്, അതേപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, ഇതൊക്കെ നമ്മുടെ ഹെൽത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഹൈലി എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറം നമ്മളെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ചിന്തിക്കുന്നില്ല. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്, നമ്മൾ ഹെൽത്തി ആയിട്ട് പോകുന്ന സമയത്ത് വി ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ് അല്ലേ. നമ്മൾ ഹെൽത്തി ആയിട്ട് ഒരു പ്രശ്നവും ഇല്ലാതെ സുഖമായിട്ട് പോകുന്ന സമയത്ത് ഓഫ് കോഴ്സ് വി ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്. നമ്മൾ എന്താ പറയുക, വാരി വലിച്ച് എല്ലാ ഫുഡും കഴിക്കും, എന്താ പറയുക, രാത്രി ഉറങ്ങത്തില്ല, രാത്രി ഒരു 4 മണിക്ക് ഉറങ്ങത്തുള്ളൂ അല്ലേ, രാവിലെ എണീക്കത്തില്ല, രാവിലെ ലേറ്റായിട്ട് എണീക്കത്തുള്ളൂ. ഓരോരുത്തരുടെ റൂട്ടീൻ അനുസരിച്ചിരിക്കും. ബട്ട് എനിവേസ് നമ്മൾ അപ്പം വി ആർ നോട്ട് ഈവൻ കൺസേൺഡ് അല്ലേ, നമ്മൾ ഹെൽത്ത് നമ്മൾ നോക്കണം, ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ കൺസേൺഡേ അല്ല. പക്ഷെ നമുക്കൊരു പ്രോബ്ലം വന്നാൽ,
ഒരു ഡിസീസ് വന്നാൽ ഔട്ട് ഓഫ് സഡൻ നമ്മൾ ഫുൾ വി ആർ ഓൾ കൺസേൺഡ് അല്ലേ, വി ആർ ഓൾ എന്താ പറയുക വർക്കിംഗ് ഓൺ ഇമ്മ്യൂണിറ്റി. അപ്പം ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി അല്ലേ. സോ അതിനേക്കാളും ബെറ്റർ ആണ് എന്ത് ചെയ്യും, നമുക്കൊരു അസുഖം വരുന്നതിന് മുമ്പേ നമ്മൾ ഹെൽത്തിനെ പറ്റി കൺസേൺ ആവുന്നത് അല്ലേ. അതല്ല നല്ലത്. എന്നാൽ പിന്നെ അസുഖം വരത്തില്ലല്ലോ, ഒരു മെജോറിറ്റി വരെ വരത്തില്ലല്ലോ, ഒരു പരിധി വരെ. ഓക്കെ, അതിനുശേഷം പിന്നെ കുറച്ച് നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല. ബട്ട് എന്നാലും ഓക്കെ. ആൻഡ് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഹെൽത്തി ആയിരിക്കുന്ന സമയത്ത് തന്നെ ആ ഹെൽത്തിനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള മെഷേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, എടുക്കണം എന്നുള്ളതാണ്. അതെങ്ങനെയാണ് ആ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? പല വഴിയുണ്ട്. നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കണം. ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? I've seen a lot of videos in all social media, Instagram, YouTube, or wherever. I've seen a lot of videos where people don't actually eat anything. I don't know how that works, പക്ഷേ they don't eat in a sense that എന്താ പറയുക, വളരെ കുറച്ച് സംഭവങ്ങൾ ഒരു പ്ലേറ്റിനകത്ത് വെക്കും and they say that's the balanced diet. Okay, don't go for that, guys. I mean, in my opinion, ഡോണ്ട് ഗോ ഫോർ ദാറ്റ്. ഓക്കെ, ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിൽ കാണുന്ന വീഡിയോസ് അനുസരിച്ചല്ല നിങ്ങളുടെ ഡയറ്റ് ഫിക്സ് ചെയ്യേണ്ടത്. ഇഫ് യു വാണ്ട് ഗോ ഫോർ എ പ്രോപ്പർ ഡയറ്റ്, കൺസൾട്ട് എ ഡയറ്റീഷ്യൻ. അതിനാണ് ഡയറ്റീഷ്യൻസ് ഉള്ളത്, റൈറ്റ്? അവർ കൺസൾട്ട് ചെയ്യുക ആൻഡ് they'll provide a diet that's suitable for your body type. ഓരോരുത്തരുടെ ബോഡി റിക്വയർമെന്റ്സ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവർക്കുള്ള ഡയറ്റും ഡിഫറെൻ്റ് ആയിരിക്കത്തില്ലേ. നമ്മൾ ഏതോ ഒരു ആളെ ഇവിടെ യൂറോപ്പിലോ അമേരിക്കയിലോ കിടന്നിട്ട് ഒരു ഡയറ്റ് ഉണ്ടാക്കിയെന്ന് കരുതിയിട്ട് നമ്മളത് ഇവിടെ കിടന്ന് ഫോളോ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. അവരുടെ ബോഡി ടൈപ്പ്, അവരുടെ ബോഡി റിക്വയർമെന്റ്സ് അല്ലല്ലോ നമുക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ് ഡയറ്റ് കഴിക്കണം, വിച്ച് ഷുഡ് ബി ബാലൻസ്ഡ് ഫോർ അസ്. ഓക്കെ, വേറെ ഒരാൾക്ക് അത് ബാലൻസ്ഡ് ഡയറ്റ് ആണെന്നുള്ളത് കൊണ്ട് നമുക്കത് ബാലൻസ്ഡ് ആയിക്കൊള്ളുന്നില്ല. എന്തൊക്കെ ഉണ്ടാവണം? കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാവണം അല്ലെ, പ്രോട്ടീൻസ് ഉണ്ടാവണം, വൈറ്റമിൻസ് ഉണ്ടാവണം, മിനറൽസ് ഉണ്ടാവണം, ഫാറ്റ്സ് ഉണ്ടാവണം. എല്ലാം തന്നെ ഉള്ള ഫുഡാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കഴിക്കേണ്ടത് എന്നുള്ളതാണ്. പിന്നെ എന്താണ്? പേഴ്സണൽ ഹൈജീൻ. ഓഫ് കോഴ്സ് കുളിക്കണം 4 നേരം. 4 നേരം ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ഒരു തവണെങ്കിലും എന്ത് ചെയ്യാം, ലൈക്ക് വാഷ് യുവർ സെൽഫ്സ്. ഓക്കെ, ആൻഡ് അതേപോലെ ബ്രഷ് ചെയ്യുന്ന പരിപാടി അതൊന്നും മുടക്കാതെ ചെയ്യണം, രാവിലെ രാത്രി വെനെവർ പോസിബിൾ. ഓക്കെ, ബ്രഷ് ചെയ്യുക. അതേപോലെ പേഴ്സണൽ ഹൈജീൻ എല്ലാ തരത്തിലും മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഇടുന്ന ഡ്രസ്സ് തൊട്ട് നമ്മൾ കിടക്കുന്ന ബെഡ്ഷീറ്റ് വരെ എന്ത് ചെയ്യുക, ക്ലീൻ ആണ് നമ്മൾ മേക്ക് ഷുവർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ബിക്കോസ് ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ വി ആർ നോട്ട് ഈവൻ കൺസേൺഡ്, പക്ഷേ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമ്മൾ ഡെയിലി നമ്മൾ എന്താ പറയുക, ക്ലീൻ ആയിരിക്കണം. നമ്മുടെ പേഴ്സണൽ ഹൈജീൻ നമ്മൾ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. ഓഫ് കോഴ്സ് റെഗുലർ എക്സസൈസ്, ഇത് എത്ര പേര് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് മീ? ഓക്കെ, ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ ടു മൈ സെൽഫ്. ഐ എം നോട്ട് ഈവൻ എ കൺസിസ്റ്റന്റ് person who like does consistent exercise. I'm not a person who does that. പക്ഷേ ചെയ്യണം എന്നുള്ളതാണ്, റൈറ്റ്? എക്സസൈസിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ it's a big step. It needs a lot of dedication. It needs a lot of determination because നമ്മളെല്ലാവരും തുടങ്ങുമല്ലേ, നമ്മളെല്ലാവരും തുടങ്ങും. നമ്മൾ നല്ല ഉഷാറിലാണ് തുടങ്ങുക. പക്ഷെ തുടങ്ങി കഴിഞ്ഞിട്ട് 2 ദിവസം ഉണ്ടാവുക ഉഷാർ, പിന്നെ ഉണ്ടാകത്തില്ല, പിന്നെ ചെയ്തില്ല. സോ അങ്ങനെ ആയിരിക്കരുത്. വി ഷുഡ് ലൈക്ക് എന്താ പറയുക, കണ്ടിന്യൂ ഓൺ ആൻഡ് പ്രോപ്പറായിട്ട് ഒരു ടൈം ടേബിളൊക്കെ വെച്ചിട്ട് ഏതെങ്കിലും ഒരു ടൈമിലൊക്കെ പെർട്ടിക്കുലർ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. ജിമ്മിൽ പോവാം, വീട്ടിൽ ചെയ്യാം, വാട്ട് എവർ. കീപ് ഡൂയിങ് എക്സസൈസസ് ആൻഡ് ഓഫ് കോഴ്സ് യോഗ, അങ്ങനത്തെ പല മെഡിറ്റേഷൻ സംഭവങ്ങളൊക്കെ നമുക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, മൂവിങ് ഓൺ. അപ്പോൾ ഹെൽത്ത് എന്താന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഡിസീസ് എന്താണെന്ന് പറയണ്ടേ? ഹെൽത്ത് ഡിസീസും അല്ലേ നമ്മുടെ ചാപ്റ്റർ. അപ്പോൾ ഹെൽത്ത് എന്താണെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഡിസീസ് എന്താണെന്ന് പറയാം. എന്താ ഡിസീസ്? സിംപ്ലി പറയണമെങ്കിൽ ഇൻഡിക്കേറ്റ് ദ മാൽ ഫങ്ഷൻ ഓഫ് ദ ബോഡി. നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിനോ എന്തെങ്കിലും തരത്തിലുള്ള മാൽ ഫങ്ഷൻ വന്നാൽ അതെന്തായി, ഡിസീസായി. അതെന്ത് ചെറിയ ഡിസീസോ ആയിക്കോട്ടെ, എന്ത് വലുതോ ആയിക്കോട്ടെ. കോമൺ കോൾഡ് മുതൽ, കോമൺ കോൾഡ് എന്ന് പറയുമ്പോൾ അത് എന്തിനാണ് ബാധിക്കുന്നത്? റെസ്പിറേറ്ററി ട്രാക്റ്റിനെ അല്ലേ ബാധിക്കുന്നത്? ഓക്കെ, അപ്പോൾ അങ്ങനെ എന്ത് ചെറിയ, നമ്മൾ ലൂസ് മോഷൻ മുതൽ അല്ലെ കോൺസ്റ്റിപ്പേഷൻ വരെ എന്തോ ആവട്ടെ, മലേറിയ മുതൽ ടൈഫോയിഡ് വരെ എല്ലാം എന്താണ്, നമ്മുടെ ബോഡി പാർട്ടിന് ഏതെങ്കിലും ഒരു ബോഡി പാർട്ടോ അല്ലെങ്കിൽ ബോഡി സിസ്റ്റത്തിനോ ഉള്ള ഒരു മാൽ ഫങ്ഷനാണ്. അതാണ് ഡിസീസ് എന്ന് പറയുന്നത് അല്ലേ. മാൽ ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻലി എങ്ങനെ നമുക്ക് മനസ്സിലാവുക നമുക്കൊരു അസുഖം വന്നിട്ടുണ്ടെന്ന്? ഓഫ് കോഴ്സ് സിംറ്റംസ് ഉണ്ടാവും. സിംറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക നമുക്കൊരു അസുഖം ഉണ്ടെന്ന്. പിന്നെ ചില അസുഖങ്ങൾ നമുക്ക് സിംറ്റംസ് ഉണ്ടാവത്തില്ല. നമ്മൾ ടെസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുക അല്ലേ. തൈറോയിഡ് ഒക്കെ പോലത്തെ സിംറ്റംസ് ഉണ്ടാവും, പക്ഷേ വി ടെൻഡ് ടു അവോയ്ഡ് ഇറ്റ്, വി ടെൻഡ് ടു ഇഗ്നോർ ഇറ്റ്. നമ്മൾ ശ്രദ്ധിക്കത്തില്ല. തലവേദന ഉണ്ടെങ്കിൽ ഓക്കെ തലവേദന, റൈറ്റ്. അങ്ങനത്തെ ചില മൈൽഡ് സിംറ്റംസ് ആണെങ്കിൽ നമ്മളത് എന്ത് ചെയ്യും, വി ടെൻഡ് ടു ഇഗ്നോർ ഇറ്റ്, നമ്മളത് കണക്കാക്കത്തില്ല അല്ലേ. പക്ഷേ അത് ആക്ച്വലി ഒരു അണ്ടർലൈങ് ഡിസീസിൻ്റെ സിംറ്റംസ് ആണെങ്കിലോ, സോ വി ഷുഡ് ബി വെരി കെയർഫുൾ, വി ഷുഡ് ബി വിജിലൻറ്റ് അല്ലേ. നമ്മുടെ ബോഡി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്കൊരു ഐഡിയ ഉണ്ടാവണം, റൈറ്റ്. വി ഷുഡ് ബി വിജിലൻറ്റ് അബൌട്ട് അവർ ബോഡി. ആൻഡ് ഈ ഡിസീസസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ്സ് മെയിൻലി കാറ്റഗറൈസ്ഡ് ഇൻ ടു 2 കേട്ടോ. ഏതൊക്കെയാ? ഇൻഫെക്ഷ്യസ് ഡിസീസും ഉണ്ട്, നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസും ഉണ്ട്. ഇതിനിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് സ്ലൈഡ്സ് ഒക്കെ ഉണ്ടാക്കി പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ഇൻഫെക്ഷ്യസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സ്പ്രെഡ് ആവുന്ന ഡിസീസസ് ആണ്. നോൺ ഇൻഫെക്ഷ്യസ് എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് ആവത്തില്ല. ബട്ട് സ്റ്റിൽ ഐ ഹവ് മെയ്ഡ് സ്ലൈഡ്സ് ഫോർ യു ഗൈസ്. ഓക്കെ, സോ ഐ വിൽ ഷോ ഇറ്റ് എനിവേസ്. ഇൻഫെക്ഷ്യസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ് ഐ സെഡ് ഇറ്റ്സ് ഈസിലി transmitted from one person to other. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളെടുത്ത് ഇൻഫെക്റ്റഡ് അല്ലാത്ത ആളടുത്തേക്ക് ഈസിലി ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എയ്ഡ്സ്,
നമ്മുടെ കോമൺ കോൾഡും ചിക്കൻ പോക്സ് ഇതെല്ലാം എക്സാമ്പിൾസ് ആണ് കേട്ടോ. ഇവിടെ എയ്ഡ്സ് കൊടുത്തിരിക്കുന്നത് ബിക്കോസ് ഇറ്റ്സ് ഫേറ്റൽ, അതിനകത്ത് ഇങ്ങനെ ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് എന്തിനു കൊടുത്തിരിക്കുന്നത് അവിടെ എയ്ഡ്സ് കൊടുത്തിരിക്കുന്നത്. ഇറ്റ്സ് ഓൾസോ അല്ലെ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ് എന്ത് എയ്ഡ്സ് എന്ന് പറയുന്നത്. അത് ട്രാൻസ്മിറ്റഡ് അല്ലേ? അഫ്കോഴ്സ് ആണ്. അതിനേക്കാളും ഈസിലി എയർ ബോൺ ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാം, വാട്ടർ ബോൺ അല്ലെ, കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടറിന് പോവാം, അല്ലെങ്കിൽ സിംപ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ നമ്മൾ സ്നീസിങ് വഴി അല്ലെങ്കിൽ കഫിങ് വഴിയൊക്കെ എന്ത് ചെയ്യാം, നമ്മളെ ബോഡിയിലെ ഡ്രോപ്ലെറ്റ്സ് വഴിയൊക്കെ എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടൂടെ. പല ഡിസീസ്, എയ്ഡ്സിന്റെ കാര്യമല്ല കേട്ടോ പറയുന്നത്, വേറെ ഡിസീസസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്താണെന്ന് മനസ്സിലായി. പിന്നെ നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസ് പറയുകയാണെങ്കിൽ അത്ര ഈസിലി ഒന്നും ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടത്തില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ ക്യാൻസർ തന്നെ അല്ലെ. ക്യാൻസർ എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ഓക്കെ, ക്യാൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ഇൻഫെക്ഷ്യസ്, അത് നോൺ ഇൻഫെക്ഷ്യസ് ആണ്, പക്ഷേ ഇറ്റ്സ് മോർ ഫേറ്റൽ അല്ലെ. അപ്പോൾ ഫേറ്റൽ ആയിട്ടുള്ള 2 ഡിസീസസ് ഇവിടെ മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. ആൻഡ് എയ്ഡ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ ഞാൻ അത് ഇൻഫെക്ഷൻസിന് താഴെ കൊടുത്തതുകൊണ്ട് ഡോണ്ട് ഹാവ് ദിസ്, എന്താ പറയുക, ഡോണ്ട് മിസ്ഇൻറ്റർപ്രറ്റ് ഇറ്റ്. ഓക്കെ, അതായത് എയ്ഡ്സ് ഉള്ള ആൾക്കാരുടെ അടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എയ്ഡ്സ് പകരും നല്ല പറഞ്ഞിട്ടുള്ളത്. ദറ്റ്സ് നോട്ട് വാട്ട് ദേ ഹവ് മെന്റ് ഹിയർ. അവരവിടെ ഉദ്ദേശിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. എയ്ഡ്സ് എന്ന് പറയുന്നത് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. ഓക്കെ, സെക്ഷുവൽ ഇൻറ്റർകോഴ്സ് വഴി അല്ലെങ്കിൽ ഇഞ്ചെക്ഷൻസ് ഒക്കെ, മീൻസ് വാക്സിൻസ് അല്ലെങ്കിൽ വാക്സിൻ അല്ല മਤലബ് ഇഞ്ചെക്ഷൻ നീഡിൽസ്, ഓക്കെ, അതൊക്കെ യൂസ് ചെയ്യുന്നത് വഴി എന്ത് ചെയ്യാം, നമ്മൾ അത് വഴിയൊക്കെ ബ്ലഡ് വഴിയൊക്കെ എന്ത് ചെയ്യാം, ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാം എന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലാതെ എയ്ഡ്സ് ഇൻഫെക്ഷൻസ് ആണ്, എയ്ഡ്സ് ഉള്ള ഒരാളുടെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാൾ സ്നീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എയ്ഡ്സ് വരും എന്നൊക്കെ പറയുന്നത് മണ്ടത്തിലാണ്. സോ അങ്ങനത്തെ മണ്ടത്തരങ്ങളൊന്നും ചിന്തിക്കാതിരിക്കുക. ഓക്കെ, സോ ഇൻഫെക്ഷ്യസ് ഡിസീസ് ആൻഡ് നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസ് മനസ്സിലായല്ലോ. അത്രയേ ഉള്ളൂ ഹെൽത്ത് എന്നാണ് ഡിസീസ് എന്നാണ്. ഒരു ഇൻട്രോ കഴിഞ്ഞു. നമ്മുടെ ഫസ്റ്റ് സെക്ഷനിലേക്ക് പോയാലോ? എന്താ നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ? കോമൺ ഡിസീസസ് ഇൻ ഹ്യൂമൻസ്. നമ്മൾ മനുഷ്യന്മാരിൽ കാണുന്ന കുറച്ച് ഡിസീസ് പഠിക്കാം. അവിടെ ഡിസീസ് പഠിക്കുന്നതിന് മുന്നേ ഡിസീസ് എന്താ ഉണ്ടാക്കുന്നത്, മീൻസ് ആരാണ് ഇതിനൊക്കെ ഉത്തരവാദി എന്ന് അറിയേണ്ടത്? ആരാണ് നമ്മുടെ ശരീരത്തിൽ ഡിസീസ് ഉണ്ടാക്കുന്നത്? നിങ്ങൾ പറ, നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരെ പറ. നമ്മുടെ ശരീരത്തിൽ ഡിസീസ് ഉണ്ടാക്കാൻ കാരണക്കാരായ വില്ലന്മാർ ആരൊക്കെ? പറയൂ. നിങ്ങളുടെ മൈൻഡിലുള്ള ഓഫ് കോഴ്സ് അല്ലേ ബാക്ടീരിയ. നമ്മൾ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കഴിച്ച് കൊല്ലുന്ന ആര്? ബാക്ടീരിയാസ്. അതേപോലെ വേറെ ആരുണ്ട്? വൈറസ് ഇല്ലേ? ഓഫ് കോഴ്സ് വൈറസ് ഉണ്ട്. പിന്നെ വേറെ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും അറിയാവോ? ബാക്ടീരിയയും വൈറസും അല്ലാതെ പ്രോട്ടോസോവൻസ് അറിയാവോ? പ്രോട്ടോസോവൻസ് എന്ന് പറഞ്ഞ ഓർഗാനിസം, പ്രോട്ടോസോവ. ഈ പ്രോട്ടോസോവൻസ് ഇല്ലേ, അവരും എന്ത് ചെയ്യുന്നുണ്ട്? ഡിസീസ് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു തരട്ടെ, നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു പ്രോട്ടോസോവൻ ഡിസീസ്. നിങ്ങൾ അറിയത്തില്ല, പക്ഷേ നിങ്ങൾക്ക് അറിയാം. ഈ ഡിസീസ് എല്ലാവർക്കും അറിയാം, പക്ഷേ അത് പ്രോട്ടോസോവ ഉണ്ടാക്കുന്ന ഡിസീസ് ഒന്നും ആർക്കും അറിയത്തില്ല. ആർക്കും കുറച്ച് പേർക്ക് അറിയുണ്ടാവും, ബട്ട് മെജോറിറ്റി ആൾക്കാർക്ക് അത് അറിയാൻ ചാൻസ് കുറവാണ്. ഞാൻ ഈ ചാപ്റ്റർ പഠിക്കുമ്പോഴാണ് എനിക്കും എന്ത് ചെയ്തത് അല്ല, എനിക്കും പ്ലസ് 2 ഞാൻ ഈ ചാപ്റ്റർ പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് പ്രോട്ടോസോവൻ ഡിസീസ് ആണെന്ന്. ഏതാണ് പറയാൻ പറ്റുമോ? മലേറിയ. നമ്മുടെ സ്വന്തം മലേറിയ. അതെ, മലേറിയ ആര് വരുത്തുന്നു? കൊതു വരുത്തുന്നു. അപ്പൊ കൊതു കടിച്ചതുകൊണ്ട് കൊതുവാണ് മലേറിയ ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു വലിയ തെറ്റിദ്ധാരണ ഒരുപാട് പേരുടെ മനസ്സിലുണ്ട്. കൊതുവല്ല മലേറിയ ഉണ്ടാക്കുന്നത്. കൊതു ഇസ് നോട്ട് ദ കോസറ്റീവ് ഓർഗാനിസം ദെയർ. ഐ മീൻ മൊസ്കിറ്റോ ഇസ് നോട്ട് ദ കോസറ്റീവ് ഓർഗാനിസം ദെയർ. മൊസ്കിറ്റോ അല്ല എന്ത് പരത്തുന്നത്, മലേറിയ പരത്തുന്നത്. ഇൻ ദ സെൻസ് ദാറ്റ് അതിന്റെ കോസ് ആരല്ല, മൊസ്കിറ്റോ അല്ല. ഓഫ്കോഴ്സ് സ്പ്രെഡ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് മൊസ്കിറ്റോ, ശരിയാണ്. പക്ഷെ അതിന്റെ കാരണക്കാരൻ ആരാണ്? ഒരു പ്രോട്ടോസോവനാണ്. നമുക്ക് പഠിക്കാനുണ്ട്, പേര് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് പോയാലോ? അപ്പോൾ ഫസ്റ്റിന് ഞാൻ പറഞ്ഞു ആരാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണം. ആൻഡ് ഉണ്ടാക്കുന്നവരെ നമ്മൾ എന്താ വിളിക്കുക? പാത്തോജൻസ്. എന്താ വിളിക്കുക? പാത്തോജൻസ്. ഈ പാത്തോജൻസ് എന്ന് പറഞ്ഞ ടേം എന്താ? ഡിസീസ് ഉണ്ടാക്കുന്നവരാരാണോ, ഡിസീസിന് കാരണമാവുന്നവരാരാണോ അവരെ നമുക്ക് പാത്തോജൻസ് എന്ന് വിളിക്കാം അല്ലെ. ഡിസീസ് കോസിങ് ഓർഗാനിസംസ് എന്തൊക്കെയാവാം? നിങ്ങൾ പറഞ്ഞ പോലെ ബാക്ടീരിയ ആവാം, വൈറസ് ആവാം, അതേപോലെ ഫംഗൈ ആയിക്കൂടെ, ഫംഗസ് ആവാം, അഫ്കോഴ്സ് ആവാം. ഞാൻ പറഞ്ഞ പോലെ പ്രോട്ടോസോവൻസ് ആവാം, ഹെൽമിന്ത് ആവാം. അങ്ങനെ പലതരത്തിലുള്ള ഓർഗാനിസംസ് എന്തുണ്ടാക്കുന്നുണ്ട്? മനുഷ്യന്മാരിൽ ഡിസീസ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഈ പാത്തോജൻ എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിൽ എൻ്റർ ചെയ്യും. ഏത് വിധേനയും എൻ്റർ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടറിലൂടെ എൻ്റർ ചെയ്യുന്നവരുണ്ട്, അല്ലാതെ ഡ്രോപ്ലെറ്റ്സിൽ എയർ ബോൺ ആയതുണ്ട്, വാട്ടർ ബോൺ ആയതുണ്ട്, പല ടൈപ്പിൽ എൻ്റർ ചെയ്യാം കേട്ടോ നമ്മുടെ ശരീരത്തിലേക്ക്. അങ്ങനെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവരുടെ മെയിൻ ഉദ്ദേശം എന്താ? നമ്മുടെ ശരീരത്തിൽ കയറുന്നു, കയറിയപാട് അവരെന്താ ചെയ്യുക? അവർ മൾട്ടിപ്ലൈ ചെയ്യാനാണ് തുടങ്ങുക. ഈ ഇവരുടെ ഈ പാത്തജൻസിൻ്റെ ഒക്കെ ഒരു വലിയ അഡ്വാൻറ്റേജും അത് തന്നെയാണ്. നമുക്ക് അഡ്വാൻറ്റേജ് അല്ല, പക്ഷെ അവരുടെ അഡ്വാൻറ്റേജ് എന്താണ്? അവർക്ക് ഹൈ മൾട്ടിപ്ലൈയിങ് കപ്പാസിറ്റിയാണ്. അവർക്ക് വേഗം തന്നെ എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്ത് ഒരു വലിയ കോളനിമാരി ആവാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതാണ് ഈ പറഞ്ഞ പാത്തജൻസിൻ്റെ പ്രത്യേകത. അപ്പോൾ അവരെന്ത് ചെയ്യും? ഫസ്റ്റ് തന്നെ വന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് നമ്മുടെ വൈറ്റൽ ആക്ടിവിറ്റീസ്, നമ്മുടെ ഡെയിലി നമ്മുടെ ശരീരത്തിൽ ഫങ്ഷൻ ചെയ്യാൻ ആവശ്യമായ എല്ലാ സിസ്റ്റംസ്, ഓക്കെ, അതിനാണ് വൈറ്റൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞത്. അതിന് ഏതെങ്കിലുമൊക്കെ പോയിട്ട് എന്ത് ചെയ്യും? തകരാറിലാക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഫെയിൽ ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ ഇൻ്റർഫിയർ ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് പാത്തജൻസിന് ഒരു വലിയ പ്രത്യേകത, രണ്ടാമത്തെ പ്രത്യേകത, ഒന്ന് അവർ വേഗം മൾട്ടിപ്ലൈ ചെയ്യും. രണ്ടാമത്തെ പ്രത്യേകത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പെഷ്യാലിറ്റിയാണ് പാത്തജൻസിൻ്റെ, ദാറ്റ് ദേ ഹാവ് അഡാപ്റ്റേഷൻസ്.
എന്താണ് അഡാപ്റ്റേഷൻസ്? നമ്മുടെ ശരീരത്തിനകത്ത് എന്തെങ്കിലും ഒരു ഓർഗാനിസം വന്നാൽ നമ്മുടെ ശരീരം വെറുതെ നിൽക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അഫ്കോഴ്സ് ഒരിക്കലും അത് വെറുതെ നിൽക്കത്തില്ല. ഓക്കെ, നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആണെങ്കിൽ പോലും നമ്മുടെ ബോഡിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു സർവൈവ്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ബോഡിനകത്താണ് പോകുന്നത്. അവിടെ വെളിച്ചമുണ്ടോ, അവിടെ സൺലൈറ്റ് ഉണ്ടോ, അവിടെ ഒരു തരത്തിലുള്ള എന്താ പറയുക കോൺടാക്ട് അല്ലെ, ഒരു ഔട്ടർ എൻവയോൺമെന്റിനോട് ഒരു തരത്തിലുള്ള കോൺടാക്റ്റും ഇല്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല നമ്മുടെ ശരീരത്തിനകത്ത് എന്തൊക്കെ ഉണ്ടോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ നമ്മുടെ സ്റ്റൊമക്ക് അല്ലെ, നമ്മുടെ വയറിനകത്ത് ഒരു ബാക്ടീരിയോ ഫംഗയോ എത്തിക്കഴിഞ്ഞാൽ, പോട്ടെ വൈറസോ ബാക്ടീരിയോ ഫംഗയോ എന്തോ ആവട്ടെ, അത് എത്തിക്കഴിഞ്ഞാൽ അത് എന്തിനെയൊക്കെ ഫേസ് ചെയ്യണം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ വയറിനകത്ത് HCl ഇല്ലേ, സ്റ്റൊമക്കിനകത്ത് എന്തുണ്ട്? HCl ഉണ്ട്, നിങ്ങൾക്കറിയാം. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്, അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് അല്ലേ. അതേപോലെ എത്ര എൻസൈംസ് ഉണ്ടോ നമ്മുടെ വയറിനകത്ത്. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലേ, അപ്പോൾ നമുക്ക് ഡൈജഷന് വേണ്ടിയിട്ട് ഒരുപാട് തരത്തിലുള്ള എൻസൈംസ് വേണ്ടേ. പ്രോട്ടിയേസസ് വേണം, ലിപ്പേസസ് വേണം അല്ലെ, അമൈലൈസസ് വേണം, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള എൻസൈംസും ഉണ്ട്. ഈ എൻസൈംസും എഫക്റ്റ് ചെയ്യാൻ പാടില്ല, ആസിഡും എഫക്റ്റ് ചെയ്യാൻ പാടില്ല. ഇതൊന്നും എഫക്റ്റ് ചെയ്യാതെ എന്ത് ചെയ്യണം? മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അല്ലേ. അതാണ് ആരെ ചാലഞ്ച്? പാത്തജൻസിൻ്റെ ചാലഞ്ച്. ആൻഡ് അങ്ങനെ പല സാഹചര്യത്തിൽ നമ്മുടെ ശരീരത്തിൽ പല ഭാഗത്ത് പല സാഹചര്യം ആയിരിക്കുമല്ലോ. അങ്ങനെ പല സാഹചര്യത്തിൽ സർവൈവ് ചെയ്യാൻ വേണ്ടി അവർക്ക് പല എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാവും. അതിനാണ് അഡാപ്റ്റേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അഡാപ്റ്റേഷൻ എക്സാമ്പിൾ പറയണമെങ്കിൽ അസ്കാരിസ് ലംബ്രിക്കോയിഡ്സ് നമ്മൾ പഠിക്കും. ഓക്കെ, നമുക്ക് പഠിക്കാനുണ്ട്. അസ്കാരിസ് ലംബ്രിക്കോയിഡ്സ് അല്ലെങ്കിൽ റൗണ്ട് വോം എന്നാണ് പറയുക. ഇത് നമ്മുടെ വയറിനകത്താണ് ഉണ്ടാവുക മെയിനായിട്ട്. അപ്പോൾ ഇൻറ്റസ്റ്റൈൻ അല്ലെങ്കിൽ സ്റ്റൊമക്ക്, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലാണ് മെയിനായിട്ട് ഉണ്ടാവുക. അപ്പോൾ അവിടേക്ക് വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കറിയാം അവിടെ ഒരുപാട് തരത്തിലുള്ള എൻസൈംസും എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തുണ്ട്? തിക്ക് ക്യൂട്ടിക്കിൾ ഉണ്ട്. അതായത് ഇതാണ് നമ്മൾ അസ്കാരിസ് എന്ന് നിങ്ങൾ വിചാരിക്കുക. ഇതിൻ്റെ ചുറ്റും എന്തുണ്ടാവും? തിക്കായിട്ടുള്ള ക്യൂട്ടിക്കിൾ ഉണ്ടാവും എന്നുള്ളതാണ്. ക്യൂട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ലെയർ, ഇറ്റ്സ് ലൈക്ക് എ കോട്ട്. ഓക്കെ, അതൊരു തിക്കായിട്ടുള്ളൊരു ക്യൂട്ടിക്കിൾ ഉണ്ടാവും. സോ എന്ത് തരത്തിലുള്ള എൻസൈംസും അതേപോലെ എന്ത് തന്നെ വന്നാലും, ആസിഡോ എൻസൈംസോ എന്ത് തന്നെ വന്നാലും അത് ഈ ക്യൂട്ടിക്കലിനെ ബാധിക്കുന്നുള്ളൂ, ഉള്ളിലുള്ള അവരെ ബാധിക്കുന്നില്ല. അതൊരു വലിയ അഡ്വാൻറ്റേജ് അല്ലേ അവർക്ക്. അതുകൊണ്ട് തന്നെ എന്താണ്? അഡാപ്റ്റേഷൻ ആണ്. സോ ഒരു ഹോസ്റ്റ് ബോഡി, അതായത് നമ്മളാണ് ഇവിടെ ഹോസ്റ്റ്, ഹ്യൂമൻസിൻ്റെ കേസ് പറഞ്ഞാൽ ഇവിടെ നമ്മളാണ് ഹോസ്റ്റ്. ഒരു ഹോസ്റ്റ് ബോഡിനകത്ത് ഒരു പാത്തജന് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പാത്തജനുള്ള എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി, അതാണ് എന്ത്? അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അസ്കാരിസിൻ്റെ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്തു? പറഞ്ഞു. ഓക്കെ, now moving on. It's just a picture of Ascaris. Okay. And okay, let me give you a disclaimer. ഇനി അങ്ങോട്ട് നിങ്ങൾ കുറേ ഫോട്ടോസ് കാണും. I have tried to make it എന്താ പറയുക, not disgusting, because ഞാൻ പല എന്താ പറയുക ഓർഗാനിസംസ്, പല ഡിസീസസ് നിങ്ങൾക്ക് സ്ലൈഡ്സ് ഉണ്ടാക്കുന്ന സമയത്ത് അഫ്കോഴ്സ് I search in Google and I see a lot of pictures, റൈറ്റ്. ഒന്ന് ഞാൻ ഫുഡ് കഴിക്കുമ്പോഴായിരുന്നു ഈ പിക്ചേഴ്സ് കണ്ടത്. ആൻഡ് ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു ഇഷ്യൂ വരത്തില്ല, ബിക്കോസ് ഞാൻ വളരെ എന്താ പറയുക, ഐ ബിലീവ് സോ, ഞാൻ അത്രയും ഡിസ്കസ്റ്റിംഗ് അല്ലാത്ത പിക്ചേഴ്സാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ബട്ട് ഗൈസ്, അസ്കാരിസ് ഒക്കെ നിങ്ങൾ ഗൂഗിളിൽ തപ്പിയിട്ടുണ്ടെങ്കിൽ I don't want to even think about it, because see, you can even see real images. അസ്കാരിസിൻ്റെ അല്ലെങ്കിലും you can see real images. Okay, ആൾക്കാരുടെ ഇൻറ്റസ്റ്റൈനകത്തുനിന്നൊക്കെ എടുത്തു വെച്ചിരിക്കുന്ന റിയൽ വേംസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിക്ചേഴ്സിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ യു ബെറ്റർ നോട്ട് ഗൂഗിൾ ഇറ്റ്. ഐ വുഡൻറ്റ് സജസ്റ്റ് യു ടു ഗൂഗിൾ ഇറ്റ്. ഇത്ര ഇൻഫർമേഷൻ മതി നിങ്ങൾക്ക്. ഓക്കെ, സോ ഡോണ്ട് ഗൂഗിൾ ഇറ്റ്, എസ്പെഷ്യലി വൈൽ യു ആർ ഈറ്റിംഗ്. ഓക്കെ, എസ്പെഷ്യലി വൈൽ യു ആർ ഈറ്റിംഗ് വേണ്ട, പറഞ്ഞത് കഴിക്കാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ ഒരു ഫുഡ് കഴിക്കുന്നില്ല. ഈ ചാപ്റ്റർ സ്ലൈഡ്സ് ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് ഫോട്ടോസൊക്കെ കണ്ടതിന് ശേഷം ഒരു ഫുഡ് ഞാൻ കഴിക്കുന്നത് നിർത്തി. എന്തായാലും കുറച്ച് കാലത്തേക്ക് ഞാൻ നിർത്തി. ഇതിന് മനസ്സിൽ പോകാൻ എനിക്കത് കഴിക്കാൻ പറ്റത്തില്ല. ആ ഫുഡ് ഞാൻ നിങ്ങൾക്ക് കൂടെ പറഞ്ഞിട്ട് നിങ്ങൾക്കും കൂടെ അതൊരു ഇക്കാക്കുന്നില്ല, നിങ്ങൾ കഴിച്ചു. ഓക്കെ, വെറുതെ തരാം. ഈ ചിലവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ, ഏകദേശം ആ ഒരു ഷേപ്പിലൊക്കെ കിടക്കണം, നമ്മളെല്ലാവരും കഴിക്കണം, നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫുഡ് ഉണ്ട്. ഓക്കെ, എനിവേസ് നമുക്ക് തുടങ്ങാനുള്ളത് ബാക്ടീരിയൽ ഡിസീസസ് ആണ്. അപ്പോൾ നമ്മൾ ഡിസീസസ് പഠിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓരോ ഓർഗാനിസം ഉണ്ടാക്കുന്നത് പഠിക്കാറുണ്ട്. ബാക്ടീരിയൽ ഉണ്ട്, വൈറൽ ഉണ്ട്, പ്രോട്ടോസോവൻ ഉണ്ട്, ഫംഗൈ ഉണ്ട്. ഇവരൊക്കെ ഉണ്ടാക്കുന്ന ഡിസീസസ് ഒരു 1-2 പഠിക്കാനുണ്ട്. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ ബാക്ടീരിയൽ ഡിസീസസ് പറയുകയാണെങ്കിൽ ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഡിസീസസ് ആണ്. ഏതൊക്കെയാ? ടൈഫോയിഡ് കേട്ടിട്ടില്ലല്ലോ? ടൈഫോയിഡ് നമ്മളെ ഈ ഹാർപ്പിക്കിൻ്റെ വർഷത്തിലൊക്കെ ഉണ്ടാവും അല്ലേ? ടൈഫോയിഡ്, ഡെങ്കു, മലേറിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഹാർപ്പിക്കിൻ്റെ പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ. പക്ഷേ ടൈഫോയിഡ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള കാര്യം, നിങ്ങൾ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും അല്ലേ? ടൈഫോയിഡ് വന്നവർക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് അല്ലേ? ഹോസ്പിറ്റലിൽ പോകുന്നു, ലൂസ് മോഷൻ, എന്തൊക്കെയാണ് മൊത്തം പ്രശ്നം. അപ്പോൾ ടൈഫോയിഡ്. പിന്നെ എന്തുണ്ട്? ന്യൂമോണിയ വന്നവരുണ്ടാവും. കോവിഡ് ടൈമിലൊക്കെ ന്യൂമോണിയ വാസ് ദ ബിഗ്ഗസ്റ്റ് വില്ലൻ അല്ലേ? പിന്നെ ഡിസെൻട്രി, ടോയ്ലറ്റ് എണീക്കാൻ സമയം കിട്ടത്തില്ല. ഡിസെൻട്രി, ലൂസ് മോഷൻ പോലത്തെ സംഭവമാണ് കേട്ടോ. പിന്നെന്താണ്?
പ്ലേഗ് ഓഫ് കോഴ്സ് അത് കുറച്ചൊരു സീരിയസ് ആയിട്ടുള്ള തന്നെ ഒരു ഡിസീസാണ് പ്ലേഗ് എന്ന് പറയുന്നത്. പിന്നെ ഡിഫ്തീരിയ, അങ്ങനെ ഒരുപാട് ഡിസീസാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇതിൽ പഠിക്കാൻ ടൈഫോയിഡ് ന്യൂമോണിയാണ് മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് തന്നെ പോകാം. നമ്മൾ എന്തിനാണ് വെറുതെ സമയം വേസ്റ്റ് ചെയ്യുന്നത്? അപ്പോൾ ആദ്യം നിങ്ങൾ ബാക്ടീരിയൽ ഡിസീസ് ആസ് ഐ സെഡ് ടൈഫോയിഡ് ഫീവർ. ഓക്കെ, വന്നവർക്ക് ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് ഇൻഫർമേഷൻ ഒന്നും വേണ്ടി വരത്തില്ല. കാരണം നമുക്കൊരു ഡിസീസ് വന്നാൽ നമ്മൾ ആദ്യം ചെയ്യുന്ന ഗൂഗിളിനോട് ചോദിക്കും. അപ്പോൾ ഗൂഗിൾ പറയും തട്ടിപ്പോയി, ഇപ്പം തട്ടിപ്പോയെന്ന് അറിയാം അല്ലേ. ഗൂഗിളിനോട് ചോദിക്കരുത് ഗൈസ്, പല ഡിസീസസും ഗൂഗിളിനടുത്ത് ചോദിക്കരുത്. കാരണം ഗൂഗിൾ എങ്ങനെ നിങ്ങൾ നോക്കിയാലും ലാസ്റ്റ് ഡെത്തിൽ അല്ലെങ്കിൽ ക്യാൻസറിൽ കൊണ്ടെത്തിക്കും. എങ്ങനെയാണ് അത് എത്തിക്കണമെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. ഇന്നാണ് ഞാനൊരു തലവേദന സെർച്ച് ചെയ്തതാ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഹെഡേക്ക് തരാറുണ്ട്. അപ്പോൾ ഞാനത് ഹെഡേക്ക് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്തതാ. അവസാനം ഞാൻ എവിടേക്കോ എത്തി, ബ്രെയിൻ ട്യൂമർ വരെ എത്തി. ഞാൻ തിരിച്ചിങ്ങ് പോകുന്നു. കാരണം അത് നോക്കിയിട്ട് കാര്യമില്ല. സോ നിങ്ങൾക്ക് വെറുതെ ടെൻഷൻ ആവുന്ന പറഞ്ഞിട്ട് ഗൂഗിൾ നോക്കിയിട്ട് ഒരു ഗുണമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ടൈഫോയിഡ്, റൈറ്റ്. അപ്പം അഫ്കോഴ്സ് ഇത് എലിമെന്ററി കനാൽ അല്ലെങ്കിൽ നമ്മളെ ഫുഡ് കനാൽ അല്ലെങ്കിൽ നമ്മളെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെയാണ് ഇത് ബാധിക്കുന്നത്. അറിയാം, ടൈഫോയിഡ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ലൂസ് മോഷനും അല്ലെ വൊമിറ്റിങ്ങും അങ്ങനത്തെ ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാം എന്ത് വയറിനെയാണ് ബാധിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ സ്റ്റൊമക്ക് എന്നല്ല കേട്ടോ പറയേണ്ടത്, സ്റ്റൊമക്ക് എന്ന് പറയാനേ പാടില്ല. എലിമെന്ററി കനാൽ അല്ലെങ്കിൽ ഫുഡ് കനാൽ അല്ലെങ്കിൽ എന്താ പറയുക ഡൈജസ്റ്റീവ് സിസ്റ്റം അങ്ങനെയൊക്കെ പറയാം. ഓക്കെ, അത് ഉണ്ടാക്കുന്ന ആളാരാണ്? എപ്പോഴും ഞാൻ കോസറ്റീവ് ഓർഗാനിസം റെഡ് ഫോണ്ടിലാണ് ഇട്ടിരിക്കുന്നത്, നിങ്ങൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ആരുണ്ടാക്കുന്നത്? സാൽമോണല്ല ടൈഫി. സോ ഈ ടൈഫോയിഡിന്റെ ടൈഫ് ഒന്ന് ടൈഫി ആക്കിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടി? സ്പീഷീസ് നെയിം കിട്ടി. പിന്നെ സാൽമോണല്ല എന്ന് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? സാൽമോണല്ല പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ഈ ഫുഡ് പോയ്സണിങ് ഒക്കെ ചെറിയ തോതിൽ നിങ്ങൾക്ക് ഈ ലൂസ് മോഷനും വൊമിറ്റിംഗ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? മെഡിസിൻ തരും. ആൻഡ് ചില നല്ല ഡോക്ടേഴ്സ് ആണെങ്കിൽ ദേ ഈവൻ എക്സ്പ്ലെയിൻ ഇറ്റ് ടു യു. നിങ്ങളുടെ പ്രശ്നം എന്താണ്? ഇറ്റ് കുഡ് പ്രോബബ്ലി ബി ദിസ് വൈറസ് അല്ലെങ്കിൽ ഇറ്റ് കുഡ് പ്രോബബ്ലി ബി ദിസ് ബാക്ടീരിയ, അതുകൊണ്ട് ഐ എം റൈറ്റിംഗ് ദിസ് ആൻറ്റിബയോട്ടിക്. അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഡോക്ടേഴ്സും ഉണ്ട്. സോ ഐ ഹാവ് ആക്ച്വലി ഹാഡ് ഫുഡ് പോയ്സണിങ് ലൈക്ക് എ ഫ്യൂ മന്ത്സ് ബാക്ക്. അപ്പം ഞാൻ ഡോക്ടറെ അടുത്ത് പോയപ്പം ഹി കൺസൾട്ടഡ് മീ ആൻഡ് ഹി വാസ് ലൈക്ക് ഇറ്റ് കുഡ് ബി സാൽമോണല്ല. ഓക്കെ, ഇറ്റ് കുഡ് ബി സാൽമോണല്ല. അപ്പം സാൽമോണല്ല ഇസ് നോട്ട് സംതിങ് ന്യൂ ഫോർ us. അല്ല, സാൽമോണല്ല ടൈഫി ആണെന്നല്ല പറയുന്നത്. സാൽമോണല്ല എന്ന് പറയുന്ന ജീനസിൽ തന്നെ ഒരുപാട് സ്പീഷീസ് ഉണ്ട്. അതിൽ ഒരു സ്പീഷിയാണ് ഏത്? സാൽമോണല്ല ടൈഫി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ സാൽമോണല്ല ടൈഫി ഒരു ബാക്ടീരിയ ആണ്. അഫ്കോഴ്സ് അതാണ് ടൈഫോയിഡ് ഉണ്ടാക്കുന്നത്. എങ്ങനെ പകരുന്നത്? അതും സിമ്പിൾ അല്ലേ. കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. നമ്മുടെ എലിമെന്ററി കനാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണെങ്കിൽ ഇറ്റ് വുഡ് പ്രോബബ്ലി ബി ഫ്രം എന്താ കണ്ടാമിനേറ്റഡ് വേസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, വൃത്തിയില്ലാത്ത അല്ലെങ്കിൽ മോശപ്പെട്ട എന്നുള്ള അർത്ഥം തന്നെയാണ്. കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് പൊല്യൂട്ടഡ് കണ്ടാമിനേറ്റഡ് എന്നൊക്കെ കേട്ടോ. ഓക്കെ, ഫുഡ് ആൻഡ് വാട്ടർ കഴിച്ചാൽ നമുക്കിത് വരാം. അപ്പോൾ എങ്ങനെയാണ് സംഭവിക്കുക? ഫസ്റ്റ് ആണ് നമ്മുടെ എലിമെന്ററി കനാലിനെയാണ് ഇത് ബാധിക്കുക എങ്കിൽ കൂടെ ഇത് സീരിയസ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ബ്ലഡ് വഴി വേറെ ഓർഗൻസിലേക്ക് ഈ സാൽമോണല്ല ടൈഫി എന്ത് ചെയ്യും? പോവും. അപ്പം ഫുഡ് ആൻഡ് വാട്ടർ അഫ്കോഴ്സ് നമ്മൾ വെള്ളം കുടിച്ചാലും ഫുഡ് കഴിച്ചാലും ഫസ്റ്റ് എലിമെന്ററി കനാൽ അല്ലെങ്കിൽ സ്റ്റൊമക്കിലേക്കൊക്കെ അല്ലേ പോകുന്നത്. അങ്ങനെ തന്നെയാണ് പോവുക. പക്ഷേ കുറച്ച് കഴിയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇവർ മൾട്ടിപ്ലൈ ചെയ്യും അല്ലെ. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവർ ബ്ലഡ് വഴി എന്ത് ചെയ്യും? വേറെ ഓർഗൻസിലേക്ക് സ്പ്രെഡ് ചെയ്യാനൊക്കെ തുടങ്ങും. അപ്പോൾ സിംറ്റംസ് വരാണെങ്കിൽ അഫ്കോഴ്സ് ഇത് വന്നവർക്ക് ഇതിന് സിംറ്റംസ് നല്ലോണം അറിയുണ്ടാവും. എന്താണ്? ഫീവർ അല്ലെ, നല്ല പനിയായിരിക്കും, പനി മാറത്തില്ല. അബൌട്ട് this is not 400 guys, this is 40 degrees Celsius. Okay, so 39 to 40 degrees Celsius ലൊക്കെ 30 എത്ര നമ്മുടെ അതാദ്യം ചോദിക്കട്ടെ, നമ്മുടെ നോർമൽ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ എത്രയാണ് നിങ്ങൾ പറയും? ഓക്കെ, നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. ഓക്കെ, ദാറ്റ്സ് ലൈക്ക് കോമൺ സെൻസ് വിച്ച് യു ഷുഡ് ആക്ച്വലി ലൈക്ക് റിയലി നോ. അപ്പം നമ്മുടെ നോർമൽ ബോഡി ടെമ്പറേച്ചർ എത്രയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യും. ആൻഡ് ഇവിടെ സസ്റ്റെയിൻഡ് ഫീവർ എത്ര? 39 to 40 degrees Celsius ആയിരിക്കും. അതേപോലെ നല്ല വയറുവേദന ഉണ്ടാവും, പനിയിലുണ്ടെ നല്ല ക്ഷീണം ഉണ്ടാവും, അതേപോലെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം. ചിലർക്ക് കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും, ചിലർക്ക് ലൂസ് മോഷൻ ആയിരിക്കും. ഹെഡേക്സ് ഉണ്ടാവാം, നല്ല തലവേദന ഉണ്ടാവും, ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, വിശപ്പ് ഉണ്ടാവത്തില്ല. അങ്ങനെ മൊത്തം പ്രശ്നമാണ് ടൈഫോയിഡൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ. ഓക്കെ, സിവിയർ കേസസിൽ ഗൂഗിൾ പറഞ്ഞാൽ ഇവനും പറയുന്നുണ്ടല്ലോ, സിവിയർ കേസസിൽ നമ്മൾ NCERT ആണ് കേട്ടോ ഞാൻ ഇവൻ എന്ന് പറഞ്ഞത്. സിവിയർ കേസസിൽ എന്താണ് ഡെത്ത് വരെ ഉണ്ടാവാം എന്നുള്ളതാണ്. അതിപ്പോൾ ഏത് ഡിസീസ് ആണെങ്കിലും അങ്ങനെ നമുക്ക് പറയാം അല്ലേ. ഓക്കെ, എനിവേസ് ലെറ്റ്സ് മൂവ് ഓൺ. അതാണ് ടൈഫോയിഡ്. അപ്പോൾ ടൈഫോയിഡ് സ്പ്രെഡ് ചെയ്യുന്നൊരു പിക്ചറാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ദിസ് ഇസ് ഫീക്കൽ മാറ്റർ. ഓക്കെ, നിങ്ങൾക്ക് പറഞ്ഞാൽ അത് ആ ഹ്യൂമൻ വേസ്റ്റ് അല്ലെങ്കിൽ ഹ്യൂമൻ വേസ്റ്റ് ഒന്നും ആയിക്കോളുന്നില്ല, ഏതൊരു ഓർഗാനിസത്തിൻ്റെ വേസ്റ്റിനെയും നമ്മൾ ഇൻ ജനറൽ വി കോൾ ഇറ്റ് ഫീക്കൽ മാറ്റർ. ഓക്കെ, സി ഫീക്കൽ മാറ്റർ എന്നാണ് ഇൻ ജനറൽ നമ്മൾ വിളിക്കുക. അല്ലാണ്ട് നിങ്ങൾ എന്തൊക്കെ വിളിക്കുന്നത് എനിക്കറിയത്തില്ല. ബട്ട് ഈ കോൾ ഇറ്റ് ലൈക്ക് പല നമ്പേഴ്സൊക്കെ അസൈൻ ചെയ്തിട്ടുണ്ട്. 1 ഒരു സംഭവത്തിന്, 2
3 എന്നൊക്കെ പറഞ്ഞല്ലേ. Anyways, call it fecal matter, guys. Okay, let's use some biological terms. You're biology students, right? So use some biological terms and call it fecal matter. അപ്പോൾ fecal matter എന്ന് എന്ത് ചെയ്യും, ഫ്ലൈസോ അങ്ങനെ എന്തെങ്കിലും ഓർഗാനിസംസ് ഒക്കെ വന്നിട്ട് എന്ത് ചെയ്യും, ഈ പറഞ്ഞ പോലെ അത് ഫീക്കൽ മാറ്ററിൽ പോയിരിക്കും. എന്നിട്ട് അത് എന്ത് ചെയ്യും, നമ്മൾ ഹീസ് ഹാവിങ് എ വെരി നൈസ് ബർഗർ ആൻഡ് ഓൾ, ഹീസ് ഹാവിങ് 2 burgers apparently, which is totally fine. I mean, you can have 2 burgers. എന്താണ്, ഒരു ലൈഫല്ലേ ഉള്ളൂ. സോ എനിവേസ് എന്ത് സംഭവിച്ചു, ഫ്ലൈ ഇവിടെ വന്നിരിക്കണു. അപ്പം നിങ്ങൾ മൂടി വെക്കാതൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, അല്ല നിങ്ങളുടെ ഫുഡൊക്കെ ഓപ്പൺ ചെയ്തിട്ട് തുറന്നിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ there are chances ഫ്ലൈസ് വന്നിരിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ഫ്ലൈസ് വന്നിരിക്കുന്നു. അപ്പോൾ ഒബ്വിയസ്ലി ഫീക്കൽ മാറ്ററിൽ ആരുണ്ടാവും, സാൽമോണല്ല ടൈഫി ഉണ്ടാവും. ആൻഡ് ആ സാൽമോണല്ല ടൈഫി എന്ത് ചെയ്യും, ഇവിടെ എത്തും. ഇത് നിങ്ങൾ കഴിക്കുന്നു, നിങ്ങളുടെ വയറിനകത്ത് എത്തുന്നു, ടൈഫോയിഡ്. ഓക്കെ, സോ ദിസ് ഇസ് സാൽമോണല്ല ടൈഫി. നൗ ലെറ്റ്സ് മൂവ് ഓൺ. ടൈഫോയിഡ് കഴിഞ്ഞു. അതിൽ തന്നെ നിങ്ങൾക്ക് ഒരു ടെസ്റ്റിൻ്റെ പേര് പറയാനുണ്ട്, വൈഡൽ ടെസ്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾ എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു സാധനമാണ്. ബിക്കോസ് പിള്ളേർ ടൈഫോയിഡ് ഒക്കെ വന്നാൽ പിള്ളേർ എഴുതുള്ള. പക്ഷേ ഈ വൈഡൽ ടെസ്റ്റ് ഒക്കെ ചോദിക്കുമ്പോൾ എന്ത് ഡിസീസിനെ ഡയഗ്നോസ് ചെയ്യാനുള്ള ഉള്ള ടെസ്റ്റാണ് എന്നൊക്കെയുള്ള കാര്യം ഒരു കൺഫ്യൂഷൻ വരും. ഒന്ന് കൺഫ്യൂഷൻ അടിക്കേണ്ട, ടൈഫോയിഡ് ആണ്. ഓക്കെ, ടൈഫോയിഡ് ഫീവർ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് വൈഡൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ ടെസ്റ്റ്. ഓക്കെ, എന്താണ് ആൻറ്റിജൻ, എന്താണ് ആൻറ്റിബോഡി എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇമ്മ്യൂണിറ്റിൻ്റെ സെക്ഷനിൽ പറയാനുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാനത് പറഞ്ഞുതരാം. ഇപ്പം ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറുതെ 2 തവണ പഠിക്കേണ്ടി വരും. ഒരു തവണ പഠിച്ചാൽ പോരെ, ഇപ്പോൾ പഠിക്കേണ്ടല്ലോ, നമുക്ക് അന്നേരം പഠിക്കാം. ഓക്കെ, അപ്പോൾ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ ടെസ്റ്റ് ആണ്. ഞാൻ പറഞ്ഞിരുന്നുണ്ട്, പിന്നെ പറഞ്ഞുതരും, ഡോണ്ട് വറി. എനിവേസ് ടൈഫോയിഡിൻ്റെ ഡയഗ്നോസ് ആണ് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കുക, പേര് മനസ്സിലാക്കുക, വൈഡൽ ടെസ്റ്റ് സ്പെല്ലിംഗ് നോക്കി വയ്ക്കുക. ഓക്കെ, നൗ മൂവിങ് ഓൺ, യു ഹാവ് ദി നെക്സ്റ്റ് ബാക്ടീരിയൽ ഡിസീസ്. നമ്മൾ ബാക്ടീരിയൽ ഡിസീസ് ആണ് പഠിക്കുന്നത്. ടൈഫോയിഡ് പഠിച്ചു കഴിഞ്ഞു. ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ന്യൂമോണിയ. ന്യൂമോണിയയും നമുക്ക് ഒരുപാട് പേർക്കൊക്കെ അറിയാവുമായിരിക്കും അല്ലെ, റെസ്പിറേറ്ററി ഡിസീസ് ആണ് കേട്ടോ, അല്ലെങ്കിൽ ലങ് ഡിസീസ് ആണ്. നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ ലങ്സിനെയാണ് ബാധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ലങ്ങിനെയാണ് ബാധിക്കുന്നത്. ആൻഡ് ലങ്സിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് യു ഹാവ് എ പെയർ ഓഫ് ലങ്സ്, റൈറ്റ്. ആൻഡ് അതിനകത്ത് യു ഹാവ് സംതിങ് കോൾഡ് ദി ആൽവിയോളസ്, റൈറ്റ്. നമ്മുടെ സർഫസ് ഏരിയ ഒക്കെ ഇൻക്രീസ് ചെയ്യുക, ബ്രീതിങ് ഒക്കെ മൊത്തത്തിൽ റെസ്പിറേറ്ററി ട്രാക്റ്റിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് ആര്, ആൽവിയോളസ് എന്ന് പറയുന്നത്. അവിടെയാണ് ബ്ലഡിൻ്റെ ഒക്കെ ട്രാൻസ്മിഷൻ ഒക്കെ നടക്കുന്നത്. എനിവേസ് അതൊക്കെ നിങ്ങൾ ചിലപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും ഓൾറെഡി, അല്ല അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റം ഒക്കെ പഠിച്ചു തന്നിട്ടുള്ള ആൾക്കാരല്ല. സോ യു ഗൈസ് നോ വാട്ട് ആർ ആൽവിയോളൈസ്. ഓക്കെ, അപ്പോൾ എനിവേസ് ആൽവിയോളയിലാണ് ഇത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ആൽവിയോളസിലാണ് ഇതിൻ്റെ എഫക്റ്റ് വരുന്നത്. ഇത് കോസ് ചെയ്യുന്നത് 2 എന്താ പറയുക ഓർഗാനിസംസ് ആണ്, 2 ബാക്ടീരിയാസ് ആണ് ടു ബി പ്രിസൈസ്. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ ആൻഡ് ഹീമോഫീലിയസ് ഇൻഫ്ലുവൻസെ. Okay, this was also supposed to be in italics, but I don't know what happened. Anyways, you should write names of scientific names in italics. Right, I mean, if you when you're writing, നിങ്ങൾക്ക് അത് സെപ്പറേറ്റ്ലി അണ്ടർലൈൻ ചെയ്യാം. ഇതൊക്കെ നിങ്ങൾ പഠിച്ചല്ലേ, സെപ്പറേറ്റ്ലി പഠിച്ചാണോ നിങ്ങൾ, ഓർ മേ ബി നോട്ട്. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലടാ സയൻറ്റിഫിക് നെയിംസ്. ഇത് എഴുതുന്ന സമയത്തില്ലേ, നമ്മൾ ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതുവാണെങ്കിൽ യു ഹാവ് ടു അണ്ടർലൈൻ ഇറ്റ് സെപ്പറേറ്റ്ലി. ജീനസ് നെയിം വേറെ, സ്പീഷീസ് നെയിം വേറെ എന്നുള്ള രീതിയിൽ അണ്ടർലൈൻ ചെയ്യണം. ഓൾസോ ദ ഫസ്റ്റ് ലെറ്റർ ഷുഡ് ബി ക്യാപിറ്റൽ. ജീനസിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഷുഡ് ബി ക്യാപിറ്റൽ, സ്പീഷീസ് എപ്പിത്തറ്റിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഷുഡ് ബി സ്മോൾ. അങ്ങനെ കുറേ കണ്ടീഷൻസ് ഇതിനുണ്ട് കേട്ടോ. എനിവേസ് നിങ്ങൾക്ക് ഇപ്പോൾ അതൊന്നും പഠിക്കാനില്ല, നിങ്ങൾ ഇത്ര മനസ്സിലാക്കി വെക്കുക. ആൻഡ് വെൻ യു ടൈപ്പ് ഇറ്റ്, വെൻ യു പ്രിന്റ് ഇറ്റ്, യു ഷുഡ് പ്രോബ്ലി പ്രിന്റ് ഇറ്റ് ഇൻ ഇറ്റാലിക്സ്. ഓക്കെ, എനിവേസ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആൻഡ് ഹീമോഫീലിയസ് ഇൻഫ്ലുവൻസെ. ഓക്കെ, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, കാരണം ആ പേര് തന്നെ എന്തുണ്ട്, ന്യൂമോണിയ എന്നുള്ളൊരു ആ ഒരു ടേം ഉണ്ട്. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ അത് ഓർമ്മ ഉണ്ടാവും. വേറൊരാളാണ് ഹീമോഫീലിയസ് ഇൻഫ്ലുവൻസെ. ഓക്കെ, എന്താണ് ഹീമോഫീലിയസ് ഇൻഫ്ലുവൻസെ? ഇവർ 2 പേരും ബാക്ടീരിയ ആണ്. ഇവരാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ ന്യൂമോണിയ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത്, നമ്മുടെ ആൽവിയോളസ് ഇല്ലടാ, നമ്മുടെ ലങ്സിൻ്റെ ആൽവിയോളായി അല്ലെങ്കിൽ ആൽവിയോളസ് ഇസ് പ്ലൂറൽ ആൻഡ് ആൽവിയോളസ് ഇസ് സിംഗുലർ ആൻഡ് ആൽവിയോളൈസ് പ്ലൂറൽ. അപ്പോൾ ഇത് നോർമൽ ആളുടെ ആൽവിയോളായി ആണ്, വിച്ച് ഇസ് കംപ്ലീറ്റ്ലി ഫ്രീ. ഗ്യാസസ് ക്യാൻ എൻറ്റർ, അല്ലെ, ബ്ലഡുമായിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ഒക്കെ നടത്താം, ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് ട്രാൻസ്ഫർ ഒക്കെ നടത്താം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഇവിടെ ന്യൂമോണിയ വന്ന ഒരാളുടെ കേസ് നോക്കുവാണെങ്കിൽ നിങ്ങൾ ആൽവിയോളായിക്ക് അകത്ത് എന്തുണ്ടാവും, ഫ്ലൂയിഡ് ഉണ്ടാവും. ഇതേ ഒരു ഫ്ലൂയിഡ് കണ്ടോ നിങ്ങൾ, ആൽവിയോളായുടെ അകത്ത് എന്തുണ്ടാവും, ഒരു ഫ്ലൂയിഡ് ഫില്ലായി കിടപ്പുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഗ്യാസിൻ്റെ ട്രാൻസ്മിഷൻ ഒന്നും എന്താണ് പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ റെസ്പിറേറ്ററി പ്രോബ്ലംസ്, പല റെസ്പിറേറ്ററി പ്രോബ്ലംസ് വരും. നിങ്ങൾക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റാണ്ടാവും, അങ്ങനെ ഒരുപാട് ബ്രീത്തിങ് ഇഷ്യൂസ് വരും, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരും കേട്ടോ. ഇറ്റ് മേ ഈവൻ റിസൾട്ട് ഇൻ ഡെത്ത്. ഓക്കെ, സോ ദിസ് ഇസ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആൻഡ് ദിസ് ഇസ് ഹീമോഫീലിയസ് ഇൻഫ്ലുവൻസെ. ഐ തിങ്ക് ഐ ഹവ് ഷോൺ യു ദിസ് എക്സാക്ട് സെയിം പിക്ചർ ബിഫോർ അല്ലേ. ഹീമോഫീലിയസ് ഇൻഫ്ലുവൻസെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. where did I teach you guys? ഞാനാ പഠിപ്പിച്ചത് നിങ്ങളെ ഹീമോഫീലിയസ് ഇൻഫ്ലുവൻസെ. if I'm not wrong, I've taught you this in like biotechnology, if I'm not wrong. Okay, anyways, streptococcus ഹീമോഫീലിയസ് ഇൻഫ്ലുവൻസെ.
കൂൾ. അപ്പോൾ ഇതിന്റെ സിംറ്റംസ് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു എല്ലാത്തിനും നമുക്ക് കോസറ്റീവ് ഓർഗാനിസം പഠിക്കണം, സിംറ്റംസും പഠിക്കണം, പേരും പഠിക്കണം. അപ്പം ന്യൂമോണിയ ആണ് കോസറ്റീവ് ഓർഗാനിസം നമ്മൾ നോക്കി. സിംറ്റംസ് പറയുകയാണെങ്കിൽ അഫ്കോഴ്സ് പനി ഉണ്ടാവും, തണുപ്പ്, വിറയൽ അല്ലെ, ആ സംഭവങ്ങളൊക്കെ ഉണ്ടാവും, ചുമ ഉണ്ടാവും, അതേപോലെ തലവേദന ഉണ്ടാവും. ആൻഡ് എക്സ്ട്രീം കേസസിൽ പറയുകയാണെങ്കിൽ ഇവിടെ പിക്ചറിൽ കാണിച്ച പോലെ ലിപ്സും ഫിംഗർ ടിപ്സും ഒക്കെ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, കുറച്ചൊരു ബ്ലൂ കളർ. കാരണം അവിടെ നമുക്ക് ബ്രീതിങ് ഇഷ്യൂ വരുന്ന സമയത്ത് നമുക്ക് അഫ്കോഴ്സ് അവിടെ എന്താ കുറയുക ശരീരത്തിനകത്ത്, ഓക്സിജൻ അല്ലെ, നമ്മുടെ ശരീരത്തിനകത്ത് ഓക്സിജൻ്റെ ലെവൽ കുറയും. അപ്പം അങ്ങനെ ഓക്സിജൻ്റെ ലെവൽ കുറയുമ്പോൾ കാണിക്കുന്ന കുറച്ച് സിംറ്റംസ് ആണ് ഈ പറഞ്ഞ പോലെ ഫിംഗർ ടിപ്സ്, അതേപോലെ ലിപ്സ് ഒക്കെ ഒരു ബ്ലൂ കളേർഡ് ആവുക എന്നുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾ ആർക്കെങ്കിലും നിങ്ങളുടെ വീട്ടിലോ വയസ്സായ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ബ്രീതിങ് ഇഷ്യൂ ഒക്കെ ഉണ്ട്, അവർക്ക് ന്യൂമോണിയ ആണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, ശ്വാസമുട്ടലുണ്ട്, ശ്വാസതടസ്സം ഉണ്ട്, ആൻഡ് പെട്ടെന്ന് അവരുടെ കൈയൊക്കെ ഇങ്ങനെ എന്താ പറയുക ഫിംഗർ ടിപ്സ് ഒക്കെ ബ്ലൂ ആയിട്ടുണ്ടെങ്കിൽ guys don't wait anymore, take them to the hospital because it could be pneumonia. Okay, now അതാണ് എക്സ്ട്രീം കേസിൽ വരുന്നത്. ലിപ്സും ഫിംഗർ ടിപ്സും ഒക്കെ എന്ത് ചെയ്യാം, ബ്ലൂ ആവാം. ആൻഡ് ഇതിന്റെ ട്രാൻസ്മിഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡ്രോപ്ലെറ്റ്സ് ഓഫ് ഇൻഫെക്റ്റഡ് പേഴ്സൺ. ഓക്കെ, അതായത് സംഭവം ഇത്രയേ ഉള്ളൂ. ന്യൂമോണിയ ഉള്ള, അതായത് സുഖമില്ലാത്ത ന്യൂമോണിയ ഉള്ള ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാൾ സ്നീസ് ചെയ്യോ കഫ് ചെയ്യോ ചെയ്യുമ്പോൾ നിങ്ങൾ അയാളെടുത്ത് പോയി നിന്നിട്ടുണ്ടെങ്കിൽ അത് ആ ഡ്രോപ്ലെറ്റ്സ് കഫ് ചെയ്യുമ്പോഴും സ്നീസ് ചെയ്യുമ്പോഴും ഓഫ്കോഴ്സ് നിങ്ങൾക്ക് അറിയാം ഡ്രോപ്ലെറ്റ്സ് റിലീസ് ആവുന്നുണ്ട്. ആ ഡ്രോപ്ലെറ്റ്സ് എന്ത് ചെയ്യും, നിങ്ങളുടെ ശരീരത്തിനകത്ത് എത്തുകയും നിങ്ങൾ ബ്രീത്ത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിനകത്ത് എത്തുകയും ന്യൂമോണിയക്ക് കാരണമാവാനും ചാൻസ് ഉണ്ട്. സോ യൂസ് മാസ്ക്സ്. ഓക്കെ, അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ പോകുമ്പോൾ ഹോസ്പിറ്റൽസിൽ പോകുമ്പോഴാണെങ്കിലും അല്ലെ, അങ്ങനത്തെ സിറ്റുവേഷൻ പ്രോബബ്ലി നിങ്ങൾക്ക് ന്യൂമോണിയ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ ഉള്ള സിറ്റുവേഷൻസിലാണെങ്കിൽ വെയർ മാസ്ക്സ് ആൻഡ് സ്റ്റഫ്. ഓൾസോ യൂട്ടൻസിൽസ്, അതായത് അവരുപയോഗിച്ച് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഫുഡ് കഴിക്കാനൊക്കെ ഉപയോഗിച്ച് എന്താ പറയുക ഈ പാത്രങ്ങൾ, അതാണ് യൂട്ടൻസിൽസ്, പാത്രങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതന്നെ നമ്മൾ എടുത്ത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിൽ പ്രോബബ്ലി ഗെറ്റ് ന്യൂമോണിയ. റൈറ്റ്, സോ ദിസ് ഓൾ അബൌട്ട് ന്യൂമോണിയ. ഇപ്പോൾ ബാക്ടീരിയൽ ഡിസീസസ് കഴിഞ്ഞു, ടൈഫോയിഡും ന്യൂമോണിയയും, അതിൻ്റെ കോസറ്റീവ് ഓർഗാനിസം പഠിച്ചു, സിംറ്റംസും പഠിച്ചു. ഇനി ആരാളുള്ളത്, ഇനിയാണ് നമ്മുടെ വീരൻ. വീര ആ സാധനം ആരാണ്? വീരയല്ല, വൈറൽ ഡിസീസസ്. ഓക്കെ, എന്താണ് വൈറൽ ഡിസീസസ്? സംഭവം നമ്മുടെ വൈറസ്. ഓക്കെ, ബാക്ടീരിയൽ ഡിസീസസിൻ്റെ ഒരു ഗുണം വാസ് ദാറ്റ് നമുക്കത് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. നമുക്ക് ആൻറ്റിബയോട്ടിക്സ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബാക്ടീരിയൽ ഡിസീസസ് ട്രീറ്റ് ചെയ്യാം. പക്ഷെ വൈറൽ ഡിസീസസ് അങ്ങനെയാണോ? അല്ലടാ. വൈറസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെക്നിക്കലി ഞാൻ തിരിച്ചപ്പോൾ തന്നെ ഇതാ കാണുന്നത്, പേടിച്ചു പോയി. ഓക്കെ, വൈറസ് എന്ന് പറയുന്നത് ടെക്നിക്കലി ഇറ്റ് ഹാസ് എ ജനറ്റിക് മെറ്റീരിയൽ ഫോർ ഷുവർ. ഒരു ജനറ്റിക് മെറ്റീരിയൽ അതിനുണ്ടാവും, ഫോർ ഷുവർ ഉണ്ടാവും. പക്ഷേ അതിന് ചുറ്റും ദിൽ ഹാവ് എന്താ പറയുക, they'll have a protein wall or something like that. ഒരു പ്രോട്ടീൻ വാൾ അവരുടെ ശരീരത്തിൻ്റെ ചുറ്റും ഉണ്ടാവും. ആൻഡ് ദ പ്രോബ്ലം വിത്ത് ദിസ് പ്രോട്ടീൻ വാൾ ഇസ് ഇതിനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്, ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. സോ ഇതിനകത്തുള്ള ജനറ്റിക് മെറ്റീരിയൽ മാത്രം എക്സ്പോസ്ഡ് ആയിരുന്നെങ്കിൽ ആ ബോഡി കൂടെ ഈസിലി എന്താ പറയുക എലിമിനേറ്റഡ് ദ വൈറസസ്. പക്ഷേ ഈ ഒരു വാൾ ഉള്ളതുകൊണ്ട്, ഓക്കെ, ദ വാൾ ദാറ്റ് ദേ ഹാവ് അറൗണ്ട് ദെം ഇസ് ദ മെയിൻ പ്രോബ്ലം. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്, അവർ ഈസിലി ആൻറ്റിബയോട്ടിക്സ് ഒന്നും യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റാത്തത്, കൊല്ലാൻ പറ്റാത്തത് എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഈ പറഞ്ഞ വൈറൽ ഡിസീസിൻ്റെ മെയിൻ പ്രശ്നം അത് തന്നെയാണ്, ദേ ഡോണ്ട് ആക്ച്വലി ഹാവ് എ ട്രീറ്റ്മെൻറ്റ്. നിങ്ങളൊരു വൈറൽ ഡിസീസ് വന്ന് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും they'll probably give you antibiotics for sure. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് ടു ട്രീറ്റ് ദ വൈറസ്. പക്ഷേ നിങ്ങൾ വൈറൽ ഡിസീസ് വന്ന് കിടക്കുമ്പോൾ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ ബാഡ്ലി എഫക്റ്റഡ് ആയിരിക്കും, നിങ്ങളുടെ ബോഡി വീക്ക് ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് വേറെ ബാക്ടീരിയാസ് നിങ്ങളെ വന്ന് എഫക്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് അതും കൂടെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് പൊതുവെ എന്ത് ചെയ്യുന്നത്, ആൻറ്റിബയോട്ടിക്സ് തരുന്നത്. അല്ലാണ്ട് ഇറ്റ്സ് നോട്ട് ആക്ച്വലി അഗെയിൻസ്റ്റ് വൈറസസ്. ഓക്കെ, ആക്ച്വലി വൈറൽ ഡിസീസിന് you guys don't have any kind of treatment. Okay, so common cold ഉണ്ട്, chicken pox ഉണ്ട്, measles ഉണ്ട്, COVID-19 ഉണ്ട്. Virus can have vaccines. Okay, അതിൽ നിങ്ങൾക്ക് കിട്ടിയൊരു പോയിന്റ് ആയിരിക്കാം COVID-19. We have vaccines, പക്ഷേ we don't have any treatment. Okay, വാക്സിൻ നമുക്ക് അസുഖം വന്ന് കഴിഞ്ഞിട്ട് വാക്സിൻ എടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ, അത് മുമ്പ് എടുക്കേണ്ട സാധനമല്ല. ഇറ്റ്സ് ജസ്റ്റ് പ്രിവെൻഷൻ അല്ലേ. അപ്പോൾ ക്യൂർ ഇല്ല, ഇറ്റ്സ് ബേസിക്കലി പ്രിവെൻഷൻ. വൈറസിൻ്റെ കേസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്, വി ക്യാൻ ഡു പ്രിവെൻഷൻ. അപ്പോൾ ഇതിൽ പഠിക്കാനുള്ളത് നമുക്ക് മെയിനായിട്ട് കോമൺ കോൾഡാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, നമ്മുടെ സാധാ ജലദോഷം എന്നൊക്കെ പറയുന്നത് കോമൺ കോൾഡ് അല്ലെ, സ്നീസിങ്ങും. എൻ്റെ ഈശ്വർ, ഐ ഹേറ്റ് ദിസ് ഡിസീസ്. ഓക്കെ, ഐ റിയലി ഹേറ്റ് ഇറ്റ്. ഐ മീൻ പീപ്പിൾ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്. ഐ മീൻ പീപ്പിൾ ടേക്ക് ഇറ്റ് ലൈക്ക് എന്താ സിമ്പിളായിട്ട് എടുക്കും. പക്ഷേ for me it's not simple, because if I get common cold, I'm done for 2 days, I'm done for 3 days. Don't even look for me. ഞാൻ ബെഡിലുണ്ടാവും. ഓക്കെ, അതിനപ്പുറത്ത് എനിക്ക് ഐ കാൺട്ട്. ഓക്കെ, ബിക്കോസ് ഐ ആം എ പേഴ്സൺ ഹൂസ് ലൈക്ക് ഹു ഹാസ് അലർജീസ് അല്ലേ. അപ്പം അലർജീസ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് അലർജീസ്. അപ്പോൾ അങ്ങനെ അലർജി ഉള്ള ആൾക്കാരൊക്കെ പൊതുവെ റെസ്പിറേറ്ററി സിസ്റ്റം ഒക്കെ പ്രശ്നം യൂഷ്വലി ഉള്ള ആൾക്കാർക്കൊക്കെ ഈ കോമൺ കോൾഡ് വന്നിട്ടുണ്ടെങ്കിൽ
ഇറ്റ്സ് എ ബിഗ് ന്യൂസൻസ് ഗൈസ്. സോ കോമൺ കോൾഡൊക്കെ വന്ന് തുമ്മയും ജലദോഷം പിടിച്ച ആളെ പോയിട്ട് എന്ത് ചെയ്യരുത്, വെറുപ്പിക്കരുത്, ചിലപ്പോൾ അടി കിട്ടും. അപ്പോൾ കോമൺ കോൾഡ് എന്താണ്? കോമൺ കോൾഡ് സംഭവം നമ്മുടെ വൈറസ് തന്നെ കോമൺ വൈറൽ ഡിസീസാണ്. നോസ് ആൻഡ് റെസ്പിറേറ്ററി ട്രാക്റ്റ് ആണ് ഓഫ് എഫക്റ്റ് ആവുന്നത്. റൈനോ വൈറസസ് എന്നാണ് നമ്മൾ ഈ വൈറസസിന് ഇൻ ജനറൽ പറയുക. ഇത് കോമൺ കോൾഡ് പലതരത്തിലുണ്ട് കേട്ടോ, പലതരത്തിലുള്ള കോമൺ കോൾഡ് ഉണ്ട്, പലതരത്തിലുള്ള വൈറസാണ് ഉണ്ടാക്കുന്നത്. ഇൻ ജനറൽ വി കോൾ ദ റൈനോ വൈറസസ്. ആൻഡ് ഇതിന് സിംറ്റംസ് പറയുകയാണെങ്കിൽ നേസൽ കഞ്ചഷൻ, മൂക്കടപ്പ്, ഡിസ്ചാർജ്, അതേപോലെ സോർ ത്രോട്ട്, തൊണ്ടവേദന, കഫ്, ചുമ, ഹെഡ് ഏക്ക്, തലവേദന, ടയർഡ്നെസ്, റണ്ണി നോസ്, ഇങ്ങനത്തെ എല്ലാ തരത്തിലുള്ള സംഭവങ്ങളുണ്ടാകും. ഒരു 3 to 7 days വരെ എന്ത് ചെയ്യാം, പോവാം നിങ്ങൾ കൺസൾട്ട് ചെയ്തിട്ടില്ലെങ്കിൽ. ഇൻ സം കേസസ് കോമൺ കോൾഡ് ക്യാൻ ലീഡ് ടു ന്യൂമോണിയ ആസ് വെൽ. ഇറ്റ്സ് എ ടോട്ടലി ഡിഫറെൻറ്റ് തിങ്. ന്യൂമോണിയ ഇസ് എ ബാക്ടീരിയൽ ഡിസീസ്, കോമൺ കോൾഡ് ഇസ് എ വൈറൽ ഡിസീസ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ വൈറൽ ഡിസീസ് വന്ന് നമ്മുടെ ബോഡി വീക്ക് ആവുന്ന സമയത്ത് ദർ ആർ ഹൈ ചാൻസസ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, ഹിമോഫീലിയസ് ഇൻഫ്ലുവൻസ ഒക്കെ നമ്മളെ വന്നിട്ട് എന്ത് ചെയ്യും, അറ്റാക്ക് ചെയ്യും. അപ്പോൾ ആ സമയത്ത് ഇറ്റ് ക്യാൻ ഈവൻ റിസൾട്ട് ടു ന്യൂമോണിയ. അല്ലാണ്ട് ഒരിക്കലും വൈറസ് അല്ല ന്യൂമോണിയ ഉണ്ടാക്കുന്നത്. ന്യൂമോണിയ ഉണ്ടാക്കുന്നത് എന്താണ്? ബാക്ടീരിയ ആണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. സോ കോമൺ കോൾഡ്. അപ്പം ഈ കോമൺ കോൾഡിന് ട്രാൻസ്മിഷൻ ഇതെങ്ങനെയാണ് പകരാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആടോ, സ്നീസ് അല്ലെ നമ്മൾ തുമ്മുന്നു, അതേപോലെ നമ്മൾ ചുമയ്ക്കുന്നു, അങ്ങനെ സ്നീസ് ചെയ്യും കഫിയൊക്കെ ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്ത് പകരുക. അത് മാത്രമല്ല നമ്മൾ കണ്ടാമിനേറ്റഡ് ഒബ്ജക്ട്സ്, അതിപ്പോൾ ഒരാൾ ഉപയോഗിച്ച പെന്ന്, ബുക്ക്, കപ്പ്, കീബോർഡ്, ഇങ്ങനെ സാധനങ്ങളൊന്നും തന്നെ എന്ത് ചെയ്യുക, അതായത് യൂസ് ചെയ്യാതിരിക്കുക. കോമൺ ആയിട്ട് നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളിൽ ഇപ്പം ബസ്സിലും ട്രെയിനിലൊക്കെ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അതിൽ എത്ര ആൾക്കാർ കയറി ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഇല്ലല്ലോ. അവർക്കൊക്കെ കോൾഡ് ഉണ്ടാവാം. അവർ എല്ലാവരും പ്രോപ്പറായിട്ടുള്ള ഹൈജീൻ പാലിക്കുന്ന ആൾക്കാരാണോ? അല്ല ഗൈസ്, അല്ല. അതാണ് പ്രശ്നം, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എല്ലാവരും അപ്പോൾ എനിക്കിപ്പോൾ കോൾഡ് ഉണ്ടെങ്കിൽ ഞാനൊരു മാസ്ക് ഒക്കെ ഇട്ടിട്ട് ഇഫ് ഐ ലൈക്ക് സ്റ്റേ അറ്റ് ഹോം ഇറ്റ്സ് റിയലി ബെറ്റർ. പക്ഷേ എനിക്ക് പുറത്തിറങ്ങണം എന്നാണെങ്കിൽ കൂടി തന്നെ ഞാൻ മാസ്ക് ഒക്കെ ഇട്ടിട്ട് പ്രോപ്പറായിട്ട് ഇഫ് ഐ സാനിറ്റൈസ് മൈ ഹാൻഡ്സ് ലൈക്ക് വൺസ് ഇൻ എ വൈൽ ആൻഡ് ഞാൻ തന്നെ ആൾക്കാരുടെ അടുത്ത് ഒരു ഡിസ്റ്റൻസ് ഒക്കെ വെച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ ആണ്. പക്ഷേ അപ്പാരൻ്റ്ലി പീപ്പിൾ ഡോണ്ട് ഡു ദാറ്റ് എനിമോർ. ഓക്കെ, ആൾക്കാരത് ചെയ്യത്തില്ലടാ. എസ്പെഷ്യലി ഓക്കെ, ഐ എം ബീങ് സ്റ്റീരിയോടിപ്പിക്കൽ, പക്ഷേ ഇന്ത്യൻസ് ദേ ഡസൻറ്റ് ഡു ദാറ്റ്. ഞാൻ പറയൂ, എനിക്ക് ഐ എം നോട്ട്, ഞാനൊരു ദേശവിരുദ്ധ ആ സംഭവമല്ല. ഐ ലവ് മൈ കൺട്രി. നമ്മൾ പ്ലഡ്ജ് ഒക്കെ പറയുന്നില്ലേ, അഫ്കോഴ്സ് ഐ ലവ് മൈ കൺട്രി, പക്ഷേ ഐ ഡോണ്ട് ലൈക്ക് ദി പീപ്പിൾ ഇൻ ഇറ്റ്. ലെറ്റ് മീ ബി ഫ്രാങ്ക്, ഐ റിയലി ഡോണ്ട് ലൈക്ക് ദ, എല്ലാവരും അല്ല പക്ഷേ കുറേ പേരൊക്കെ. ഓക്കെ, ബിക്കോസ് okay, let me not get into that because if I talk about it I'll keep on talking about it for like 2 hours. And my friends ഒക്കെ അറിയാം, they've heard a lot from me about this. Okay, anyways, what I was trying to say is എല്ലാവരും പേഴ്സണൽ ഹൈജീൻ ഒന്നും പാലിക്കുന്ന ആൾക്കാരല്ല. സോ അവർ കോൾഡ് ഉണ്ടാവും, അവർ ബസ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ they of course sneeze. Okay, they'll probably not use a towel, അവരൊന്നും യൂസ് ചെയ്യത്തില്ല. They'll probably not have a mask, they'll just sneeze, they'll just use their hands. അറ്റ്ലീസ്റ്റ് കുറച്ച് പേരെങ്കിലും ഹാൻഡ്സ് എങ്കിലും ഉപയോഗിക്കും, അല്ലാതെ അത് ഉപയോഗിക്കുന്നില്ല. അവർ ഹാൻഡ്സ് വെച്ചിട്ട് ദിൽ സ്നീസ് ആൻഡ് പ്രോബ്ലി ദർ വിൽ ബി ഡ്രോപ്ലെറ്റ്സ് ഓൺ ദെയർ ഹാൻഡ്സ് ആൻഡ് ദിൽ എന്താ പറയുക, ഹോൾഡ് ഓൺ ദി ബാർ അല്ലെ, നമ്മുടെ കമ്പിയിൽ ഒക്കെ പിടിക്കും ബസ്സിൻ്റെ, ആൻഡ് ദിൽ ഗോ. And then we get in, we are completely healthy person, we touch the same bar, okay, and we travel. And traveling സമയത്ത് we like എന്താ പറയുക അല്ലെ, മുഖമൊക്കെ ഒന്ന് തുടച്ചത് വൃത്തിയാക്കും. അതോടെ കൂടെ എന്ത് ചെയ്തു, പണി കിട്ടി. നിങ്ങൾ ചോദിക്കുന്നത് ഞങ്ങളെപ്പോൾ ഒന്നും ചെയ്യാറില്ല, നമുക്ക് എപ്പോഴും കോൾഡ് ആണോ? അല്ലടാ, നിങ്ങൾക്ക് എപ്പോഴും കോൾഡ് അല്ല. പക്ഷേ ഈ റൈനോ വൈറസസ് എന്ത് ചെയ്യുന്നുണ്ട്, റൈനോ വൈറസസ് നിങ്ങളുടെ ശരീരത്തിനകത്ത് കയറുന്നുണ്ടാവും. പക്ഷേ നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് എപ്പോഴും കോൾഡ് വരാത്തത്. പക്ഷേ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വർക്ക് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള റൈനോ വൈറസിൻ്റെ ഒരു വേരിയൻറ്റ് കയറുന്ന സമയത്താണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, കോൾഡ് വരുന്നത്. അപ്പം ദ ബെസ്റ്റ് ദാറ്റ് യു ക്യാൻ ഡു ഇസ് വെറുതെ അപ്പോൾ ആ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് സ്ട്രെസ് കൊടുക്കുന്നത്, അതിന് ആവശ്യത്തിന് സ്ട്രെസ് ഓൾറെഡി ഉണ്ട്. സോ വെരി ലൈക്ക് വീട്ടിൽ പോകും, അഫ്കോഴ്സ് കമ്പി പിടിക്കാണ്ട് നിന്നാൽ പിന്നെ ഇതിനൊന്നും ആവശ്യം ഉണ്ടാവില്ല, നേരെ അങ്ങ് മേലെത്താം. അതല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ ബസ്സിലൊക്കെ പോയി ട്രെയിനിലൊക്കെ പോയി ട്രാവൽ ചെയ്ത് വീട്ടിലെത്തി കഴിഞ്ഞാൽ ബെഡിൽ ഇങ്ങനെ അല്ലേ മലന്ന് കിടന്ന് മേലോട്ട് നോക്കി ഫോൺ സ്ക്രോൾ ചെയ്യാതെ ജസ്റ്റ് ഗോ ടേക്ക് എ ഷവർ. ഓക്കെ, പ്രോപ്പർലി ഒരു ഷവറൊക്കെ എടുത്ത് ഒന്ന് കുളിച്ച് ഒന്ന് വൃത്തിയായി ശുദ്ധിയായിട്ടൊക്കെ ബെഡിലൊക്കെ കയറാം. ഓക്കെ, ഇറ്റ്സ് അഡ്വൈസ് ടു മൈ സെൽഫ്. ഓക്കെ, ഇറ്റ്സ് എ റെട്രോസ്പെക്റ്റീവ്. പക്ഷേ എനിവേസ് അതാണ് ഇതെന്ന് പറയുന്നത് കോമൺ കോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്ടീരിയയും കഴിഞ്ഞു, വൈറസും കഴിഞ്ഞു. ഇനി നമ്മുടെ പ്രോട്ടോസോവൻസ് അല്ലെ, പ്രോട്ടോസോവൻസിൻ്റെ ഡിസീസ്, പ്രോട്ടോസോവൻ ഡിസീസാണ് നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്. ഇതിൽ തന്നെ ഞാൻ ആദ്യമേ ക്ലാസ് തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മലേറിയ അല്ലെ, മലേറിയ ആണ് ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസീസ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല അമീബിയാസിസ് പോലത്തെ ഡിസീസസും ഉണ്ട്. എനിവേസ് നിങ്ങൾക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് മലേറിയ ആണ്. ആൻഡ് ഈ ചാപ്റ്ററിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസീസാണ് മലേറിയ എന്ന് പറയുന്നത്. കാരണം ഇതുവരെ പറഞ്ഞത് നിങ്ങൾക്ക് തള്ളാൻ പറ്റുന്ന സാധനമാണ്. മലേറിയ നിങ്ങൾക്ക് തള്ളാൻ പറ്റും, പക്ഷേ ഇവിടെ മലേറിയ ഉണ്ടാക്കുന്ന കോസേറ്റീവ് ഓർഗാനിസം ഉണ്ട്.
ആ ഓർഗാനിസത്തിന്റെ ലൈഫ് സൈക്കിൾ പഠിക്കാനുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് തള്ളാൻ പറ്റില്ല, അത് നിങ്ങൾ പഠിക്കാൻ തന്നെ വേണം. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് മലേറിയയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് അത് നോക്കിയാലോ. സംഭവമൊന്നുമില്ല, സിമ്പിളാണ്. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് തന്നെ പറയാം. ലൈഫ് സൈക്കിൾ ഞാൻ പതുക്കെ നിർത്തി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടും പേടിക്കണ്ട. എടാ ഇത്രയും ഞാൻ കുറച്ച് സ്പീഡിൽ തന്നെയാണ് പോയത്, എനിക്കറിയാം. പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പോയത്? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരുന്നു അല്ലേ. കോൾഡും ടൈഫോയിഡും ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലടാ, നിങ്ങൾക്ക് പുതുതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. മലേറിയ നിങ്ങൾക്ക് അറിയാം, പക്ഷെ ഇതിൽ ലൈഫ് സൈക്കിൾ പഠിക്കാനുണ്ട്. ഞാൻ വൃത്തിക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം മലേറിയ ഉണ്ടാക്കുന്നത് അഫ്കോഴ്സ് ഇവിടെ കൊതുവിന്റെ പിക്ചർ വെച്ചതുകൊണ്ട് കൊതുവാണെന്ന് വിചാരിക്കരുത്. ഞാൻ ഓൾറെഡി പറഞ്ഞു മലേറിയ ഉണ്ടാക്കുന്നത് ഒരു പ്രോട്ടോസോവൻ ആണ്. ആൻഡ് ആ പ്രോട്ടോസോവന് നമ്മളൊരു പേരും കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഇസ് കോൾഡ് പ്ലാസ്മോഡിയം. എന്താ വിളിക്കുക? പ്ലാസ്മോഡിയം. ഈ പ്രോട്ടോസോവന്റെ പേരാണ് പ്ലാസ്മോഡിയം. പ്രോട്ടോസോവൻ എന്ന് പറഞ്ഞാൽ അതെ, നമ്മൾ പ്ലാസ്മോഡിയൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ പണ്ട് വരച്ചിട്ടുണ്ടാവും പ്ലാസ്മോഡിയൊക്കെ അല്ലേ. നിങ്ങൾക്ക് വരയ്ക്കാനുണ്ടാവും. നിങ്ങളധികം പണ്ടായിരിക്കത്തില്ല വരച്ചിട്ടുള്ളത്. ഞാൻ കുറച്ച് പണ്ടാണ് വരച്ചത് പ്ലാസ്മോഡിയൊക്കെ അല്ലേ. പക്ഷെ നിങ്ങളധികം പണ്ടൊന്നും ആയിട്ടുണ്ടാവില്ല വരച്ചിട്ട്. ഓക്കെ, എനിവേസ് യു വിൽ ഹാവ് പ്ലാസ്മോഡിയം സംതിങ് ലൈക്ക് ദിസ് ബ്ലാ ബ്ലാ. സോ ഇതാണ് പ്ലാസ്മോഡിയം. അപ്പോൾ ഇങ്ങനത്തെ പ്ലാസ്മോഡിയം ഇൻ ദ സെൻസ് ഇതാണ് പ്രോട്ടോസോവ. ആൻഡ് പ്രോട്ടോസോവയുടെ ഒരു എക്സാമ്പിളാണ് എന്തെന്ന് പറയുന്നത്, ഒരു എക്സാമ്പിളാണ് പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. ഓക്കെ, ഈ പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ജീനസ് ആണ് മലേറിയ ഉണ്ടാക്കുന്നത്. ഈ പ്ലാസ്മോഡിയത്തിൽ തന്നെ പല ടൈപ്പ് പ്ലാസ്മോഡിയം ഉണ്ട്, അതായത് പല സ്പീഷീസ് ഉണ്ട്. ആരൊക്കെയാ? പ്ലാസ്മോഡിയം വൈവാക്സ്. ഓക്കെ, നിങ്ങൾ അതിനോട് പറഞ്ഞു കേട്ടോ, നിങ്ങൾക്ക് പ്രൊനൗൺസിയേഷൻ മറന്നു പോകരുത്. പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം മലേറിയേ, ആലോചിക്കാൻ എളുപ്പമാണ്. മലേറിയ ആണ്, അതുകൊണ്ട് മലേറിയേ. പ്ലാസ്മോഡിയം ഒവേൽ, പ്ലാസ്മോഡിയം ഫാൽസിപാരം. ഓക്കെ, പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം മലേറിയേ, പ്ലാസ്മോഡിയം ഒവേൽ ആൻഡ് പ്ലാസ്മോഡിയം ഫാൽസിപാരം. ഇങ്ങനെ 4 ആൾക്കാരാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? മലേറിയ ഉണ്ടാക്കുന്നത്. ഇവർ 4 എന്ത് ചെയ്യും? മലേറിയ ഉണ്ടാക്കും എന്നുള്ളതാണ്. ഇൻ ജനറൽ പ്ലാസ്മോഡിയം ആണ്, പക്ഷെ സ്പീഷീസിന്റെ പേര് പഠിക്കണം, ചോദിക്കും എക്സാമിന്, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. മലേറിയ ഉണ്ടാക്കുന്ന പ്ലാസ്മോഡിയം സ്പീഷീസിന്റെ പേര് ചോദിക്കും. 2 സ്പീഷീസിന്റെ പേര് എഴുതാൻ ചോദിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 എഴുതാം. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫേറ്റിൽ ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആരാണെന്ന് ചോദിക്കും, അത് എഴുതേണ്ടി വരും. അപ്പം പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം മലേറിയേ, പ്ലാസ്മോഡിയം ഒവേൽ, പ്ലാസ്മോഡിയം ഫാൽസിപാരം. ഓക്കെ, ഇതിൽ ഏറ്റവും ഡേഞ്ചറസ് ആരാണ്? പ്ലാസ്മോഡിയം ഫാൽസിപാരം ആണ്. ഓക്കെ, ഞാൻ ലാസ്റ്റ് എഴുതിയ ആള് പ്ലാസ്മോഡിയം ഫാൽസിപാരം ആണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളത്. ഫേറ്റിലാണ്. അപ്പോൾ നിങ്ങൾ കാണിച്ചത് ഫേറ്റിൽ എന്ന് പറഞ്ഞാൽ മരണത്തിന് കാരണമാവുന്നുള്ള അർത്ഥമാണ് കേട്ടോ, ഫേറ്റിൽ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ FA ഫേറ്റിലിന്റെ FAയും ഫാൽസിപാരത്തിന്റെ FAയും ഉള്ളതുകൊണ്ട് അങ്ങനെ ആലോചിക്കാൻ നിങ്ങൾക്ക് എന്താണ് എളുപ്പമാണ്. അപ്പോൾ ഇതാണ് പ്ലാസ്മോഡിയം. ഓക്കെ, പിന്നെ ഈ കൊതുവിൻ്റെ പിക്ചർ ഞാൻ ഇവിടെ എന്തിനാണ് വെച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞുതരാം. ലൈഫ് സൈക്കിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ കൊതുവിൻ്റെ പിക്ചർ എന്തിനാണ് വരച്ചേക്കുന്നത്. എടാ, പ്ലാസ്മോഡിയത്തിന്, ഈ പ്ലാസ്മോഡിയം എന്ന് പറയുന്ന പ്രോട്ടോസോവൻ ഏതാണ്ട് ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെയല്ല, നിങ്ങൾക്ക് ആക്ച്വലി ഞാൻ പിക്ചർ തന്നിട്ടുണ്ടാവണം. ഓക്കെ, ലെറ്റ് മീ സീ. എനിവേസ് ഇങ്ങനെയാണ് ഉണ്ടാവുക പ്ലാസ്മോഡിയം. ആൻഡ് ഈ പ്ലാസ്മോഡിയത്തിന് സർവൈവ് ചെയ്യണമെങ്കിൽ, ഇതിൻ്റെ ലൈഫ് സ്പാൻ, ഇതിൻ്റെ ജീവിതം ഇതിന് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇതിന് 2 ഹോസ്റ്റ് വേണം. ഓക്കെ, എത്ര ഹോസ്റ്റ് വേണം? നിങ്ങൾ എന്നോട് പറഞ്ഞേ 2 ഹോസ്റ്റ് വേണം. ഓക്കെ, ആൻഡ് ഇങ്ങനെ 2 ഹോസ്റ്റ് വേണ്ട ഓർഗാനിസംസിനെ നമ്മൾ ഡൈജനറ്റിക് എന്നൊക്കെയാണ് കേട്ടോ വിളിക്കുക. എന്താ നമ്മൾ വിളിക്കുക? ഡൈജനറ്റിക് എന്നൊക്കെയാണ് വിളിക്കുക. ഡൈജനറ്റിക് ഓർഗാനിസം എന്നൊക്കെ പറയും. ഓക്കെ, അത് ജസ്റ്റ് മൈൻഡിൽ വെച്ച് തരും. എനിവേസ് 2 ഹോസ്റ്റ് വേണം. അതിന് 2 ഹോസ്റ്റ് ആരൊക്കെയാ നമുക്ക് നോക്കാം. ഒന്ന് മാൻ, അതായത് ആണുങ്ങളുടെ അർത്ഥമാണോ? അത് ഞാൻ നാളെ പറയണ്ടായിരുന്നു. ഞാൻ മുമ്പ് ഒരു ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാൻ ഡസൻറ്റ് എസെൻഷ്യലി മീൻ മെയിൽ എന്നുള്ളത്. ഇറ്റ് മീൻസ് ഹ്യൂമൻ ഇൻ ജനറൽ. ഓക്കെ, അപ്പം മാനും ഉണ്ട്, അതേപോലെ തന്നെ ആരും ഉണ്ട്? അനോഫിലസ് മൊസ്കിറ്റോയും ഉണ്ട്. ആരാ? അനോഫിലസ് മൊസ്കിറ്റോ. അപ്പം മാനും ഉണ്ട്, അനോഫിലസ് മൊസ്കിറ്റോ ഉണ്ട്. ഇവർ രണ്ടും എന്താ? ഈ പറഞ്ഞ പ്ലാസ്മോഡിയത്തിന്റെ ഹോസ്റ്റാ. അതായത് പ്ലാസ്മോഡിയം ഈ പറഞ്ഞ മാനിലും കയറും, ഈ പറഞ്ഞ അനോഫിലസ് മൊസ്കിറ്റോയിലും കയറും. അനോഫിലസ് മൊസ്കിറ്റോയിൽ ഇത് ഡിസീസ് ഉണ്ടാക്കുന്ന ഒരു ഫോമിൽ അല്ലാത്തതുകൊണ്ട് തന്നെ മൊസ്കിറ്റോയ്ക്ക് ഡിസീസ് വരത്തില്ല. പക്ഷെ മൊസ്കിറ്റോസ് നമ്മളെ കടിക്കൂലേ? അപ്പം നമ്മുടെ ശരീരത്തിലേക്ക് ആര് കയറും? ഈ പറഞ്ഞ ആര് കയറും? പ്ലാസ്മോഡിയം കയറും. പക്ഷെ നമ്മുടെ ഡിസീസ് ഉണ്ടാക്കുന്ന ഫോമിലായതുകൊണ്ട് തന്നെ നമ്മൾ എന്തുണ്ടാക്കും? മലേറിയ ഉണ്ടാക്കും. ഓക്കെ, മാൻ ആണ് ഇവിടെ പ്രൈമറി ഹോസ്റ്റ്. ഓക്കെ, പ്രൈമറി ഹോസ്റ്റ് മാൻ ആണ്. സെക്കൻഡറി ഹോസ്റ്റ് ആണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ അനോഫിലസ് മൊസ്കിറ്റോ എന്ന് പറയുന്നത്. എന്താ പ്രൈമറി ഹോസ്റ്റ് സെക്കൻഡറി ഹോസ്റ്റ്? ഒന്നുമില്ല, പ്രൈമറി ഹോസ്റ്റിലാണ് ഇത് ഡിസീസ് ഉണ്ടാക്കുക, സെക്കൻഡറി ഹോസ്റ്റിൽ ഡിസീസ് ഉണ്ടാക്കുന്ന കണ്ടീഷനിലായിരിക്കില്ല. ഓക്കെ, ആൻഡ് അതുകൊണ്ട് തന്നെ അനോഫിലസ് മൊസ്കിറ്റോ നമുക്ക് എന്ത് വിളിക്കാം? വെക്ടർ എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? വെക്ടർ. എന്തുകൊണ്ട് നമ്മൾ വെക്ടർ എന്ന് വിളിക്കുന്നത്? അതായത് ഇത് പരത്തുന്നുണ്ട്, രോഗം പരത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പ്ലാസ്മോഡിയം എന്ന് പറയുന്ന പാത്തോജനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ശരീരത്തിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, കൊണ്ട തരുന്നുണ്ട്, ഇതാ വെച്ചോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ എന്ത് വിളിക്കും? നമ്മൾ വെക്ടർ എന്ന് വിളിക്കും. ഓക്കെ, ഇനി നമുക്ക് ലൈഫ് സൈക്കിളിലേക്ക് പോവാം. എന്താണ് ശരിക്കും പ്ലാസ്മോഡിയം നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോൾ നടക്കുന്നത്? എങ്ങനെയാണ് സംഭവങ്ങൾ നമുക്ക് നോക്കാം. പോയിന്റ് ബൈ പോയിന്റ് ഞാൻ പറഞ്ഞുതരും. പോയിന്റ് ബൈ പോയിന്റ് നിങ്ങൾ പഠിക്കുകയും ചെയ്യും. ഓക്കെ,
പ്ലാസ്മോഡിയം എൻറ്റേഴ്സ് ദ ബോഡി. ആരുടെ ബോഡി? നമ്മളെ ബോഡി. പ്ലാസ്മോഡിയം എൻറ്റേഴ്സ് ദ ബോഡി ആസ് സ്പോറോസോയിഡ്സ്. ഓക്കെ, സ്പോറോസോയിഡ്സ്. ഇതെന്താടാ? ഇതെന്തെങ്കിലും പ്രത്യേകതര സാധന അല്ല, നമ്മളെ പ്ലാസ്മോഡിയം തന്നെ. പ്ലാസ്മോഡിയത്തിന് 2 മുഖങ്ങളുണ്ട്. ഓക്കെ, പ്ലാസ്മോഡിയത്തിന് എത്ര മുഖങ്ങളുണ്ട്? 2 മുഖങ്ങളുണ്ട്. നമ്മൾ ഇതുപോലെ മറ്റേ കരിങ്കാളിയല്ലേ ആ സാധനം പോലെ പ്ലാസ്മോഡിയത്തിന് 2 മുഖങ്ങളുണ്ട്. ഇതാണ് പ്രശ്നക്കാരൻ. ദിസ് ഇസ് ദി ഇൻഫെക്ഷ്യസ് ഫോം. അതായത് ഇൻഫെക്ഷന്, അതായത് അസുഖം ഉണ്ടാക്കാൻ കേപ്പബിളായ പ്ലാസ്മോഡിയത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്പോറോസോയിറ്റുകൾ എന്ന് വിളിക്കുന്നത്. ഈ സ്പോറോസോയിറ്റുകളുടെ രൂപത്തിലാണ് നമ്മുടെ ശരീരത്തിലേക്ക് ആര് കയറുക? പ്ലാസ്മോഡിയം കയറുക. ഓക്കെ, എങ്ങനെ കയറുക? എന്തിലൂടെ കയറുക? ത്രൂ ദ ബൈറ്റ് ഓഫ് ഇൻഫെക്റ്റഡ് ആനോഫിലസ് മൊസ്കിറ്റോ. അതായത് ഓൾറെഡി ഞാൻ പറഞ്ഞു 2 ഹോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒരു കൊതുവിൻ്റെ ശരീരത്തിൽ, ഒരു കൊതുവിൻ്റെ ബോഡീനകത്ത് ഈ പ്ലാസ്മോഡിയം ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ ആ കൊതു ഇൻഫെക്റ്റഡ് ആയില്ലേ? ആയി. കൊതുവിന് ഡിസീസ് ഒന്നും വരില്ല, പക്ഷേ സ്റ്റിൽ കൊതു ഇൻഫെക്റ്റഡ് ആണ്. കാരണം എന്താ? കൊതുവിനകത്ത് എന്തുണ്ട്? പ്ലാസ്മോഡിയം ഉണ്ട്. അപ്പോൾ ഈ കൊതു പറന്ന് എന്ത് ചെയ്യും? കുത്തും, നമ്മളെ കുത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അതിനെ അടിച്ച് കളയും, അല്ലെങ്കിൽ തട്ടിക്കളയും. എന്തോ അവിടെ നമ്മളെ കുത്തി കഴിഞ്ഞാൽ അവിടെ ബ്ലഡിന് ട്രാൻസ്മിഷൻ നടക്കുകയാണ്. അല്ലെങ്കിൽ ഈ കൊതുവിൻ്റെ ആ ഒരു കൊതു കുത്തുന്ന സംഭവം ഉണ്ടല്ലോ, എടാ ഈ സാധനം, ദിസ് തിങ്. ഓക്കെ, അതിൻ്റെ മേലെ അതിൻ്റെ ആ ഒരു അടുത്തായിട്ട് ആരുണ്ടാവുക? പ്ലാസ്മോഡിയം നിറഞ്ഞു കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് വന്നിട്ട് നമ്മളെ കുത്തുന്ന സമയത്ത് നമ്മളെ ബ്ലഡിലേക്ക് ആര് കയറും? പ്ലാസ്മോഡിയം കയറും. അങ്ങനെയാണ് പ്ലാസ്മോഡിയം നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത്. ഇൻ വിച്ച് ഫോം? ഇൻ ദ സ്പോറോസോയിറ്റ് ഫോം. ക്ലിയർ ആയല്ലോ? അത് വളരെ ഇമ്പോർട്ടൻ്റ്. ദിസ് ടേം ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. സ്പോറോസോയിറ്റ്. ഓക്കെ, സ്പോറോസോയിറ്റ് ഫോമിലാണ് നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നത്. ഓക്കെ, ആൻഡ് എന്നിട്ട് അഫ്കോഴ്സ് ഏതൊരു പാത്രത്തിൽ നമ്മുടെ ശരീരത്തിൽ കയറുക ചെയ്യുന്ന പോലെ തന്നെ ലെവലും ചെയ്യും. എന്താ ചെയ്യുക? ദേ മൾട്ടിപ്ലൈ. ഓക്കെ, ദേ സ്റ്റാർട്ട് മൾട്ടിപ്ലൈങ്. എവിടെ നിന്നാണ് മൾട്ടിപ്ലൈ ചെയ്യടാ? മൾട്ടിപ്ലൈ ഇൻ ദി liver cells. They multiply in the liver cells. So ലെവന്മാർ സ്പോറോസോയിറ്റുകൾക്ക് വേറെ ഒരു സ്ഥലവും കിട്ടിയില്ല. എവിടെ തന്നെ വേണം? ലിവർ തന്നെ വേണം. ലിവർ തന്നെ കിട്ടിയാൽ മാത്രമേ ഇവർ മൾട്ടിപ്ലൈ ചെയ്യത്തുള്ളൂ. അങ്ങനെ തോന്നിയ സ്ഥലത്തൊന്നും ഇവർക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇവർ കുറച്ച് കൂടിയ ആൾക്കാരാണ്. അപ്പോൾ ഈ സ്പോറോസോയിറ്റ്സ് നേരെ എങ്ങോട്ട് പോകും? നമ്മുടെ ലിവറിലേക്ക് പോകും. അതിൻ്റെ ബ്ലഡിലല്ലടാ. അപ്പോൾ ബ്ലഡിൽ നിന്ന് പിന്നെ എങ്ങോട്ട് പോകാൻ എളുപ്പമല്ലേ? അപ്പോൾ ഇവരെന്ത് ചെയ്യും? നേരെ ലിവറിലേക്ക് പോകും. ലിവറിൽ എത്തിക്കഴിഞ്ഞാൽ, ലിവർ സെൽസിൽ എത്തിക്കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. എന്നിട്ടോ മൾട്ടിപ്ലൈ ചെയ്ത് ഒരുപാട് നമ്പർ ആയി കഴിഞ്ഞാൽ ഇവർ അറ്റാക്ക് ചെയ്യുള്ളൂ. എടാ, നമ്മളൊരു യുദ്ധത്തിന് പോകാൻ സമയത്ത് നമ്മൾ ഒരാൾ ഒറ്റയ്ക്ക് പോവോ? ഇല്ല. നമ്മുടെ ബാക്കിൽ ആർമി ഉണ്ടെന്ന് പറഞ്ഞാലല്ലേ നമ്മൾ പോകത്തുള്ളൂ. പൊതുവെ അങ്ങനെ കോളേജിൽ തല്ലുണ്ടാക്കുമ്പോഴും ഒറ്റയ്ക്ക് പോകത്തില്ല. ക്ലാസ്സിൽ വന്ന് സ്കൂളിൽ തല്ലുണ്ടാക്കുമ്പോഴും ഒറ്റയ്ക്ക് പോകത്തില്ല. ക്ലാസ്സിൽ വന്ന് എന്ത് ചെയ്യും? പ്രശ്നം ഉണ്ടാക്കും. എടാ, അതായത് അവരെന്നെ തല്ലി മറ്റൊരു ഗ്രൂപ്പായിട്ടല്ലേ പോകത്തുള്ളൂ. അതേപോലെ തന്നെ ഇവരെന്ത് ചെയ്യും? ലിവർ സെൽസിൽ പോകും. ലിവർ സെൽസിൽ നിന്ന് ഇവർ മൾട്ടിപ്ലൈ ചെയ്യും, വലിയ നമ്പർ ആവും. എന്നിട്ടാണ് ഇവരെന്ത് ചെയ്യുക? അറ്റാക്ക് ചെയ്യുക. ആൻഡ് ആരെ അറ്റാക്ക് ചെയ്യുക? ദേ സ്റ്റാർട്ട് അറ്റാക്കിങ് ദി RBC അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ്. ഓക്കെ, സോ ഇവർ ടെക്നിക്കലി ലിവറിനെ അല്ലടോ അറ്റാക്ക് ചെയ്യുന്നത്. ലിവർ ഇവർക്ക് എന്താണ്? മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്ഥലം മാത്രമാണ്. ഞാൻ പറഞ്ഞ പോലെ ക്ലാസ് റൂമിൽ വരും. ക്ലാസ് റൂമിൽ വന്നിട്ട് അവന്മാരെന്നെ തല്ലി അല്ലെങ്കിൽ അവന്മാരെന്നെ പ്രശ്നം ഉണ്ടാക്കി നമുക്ക് പോയി ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പോടെ നിങ്ങൾ ക്ലാസ് റൂമിൽ നിന്നിട്ടാണോ ചോദിക്കുക? അല്ലല്ലോ, നിങ്ങൾ ഗ്രൗണ്ടിലേക്കോ മറ്റോ പോകില്ലേ, അവിടെ നിന്നല്ലേ നിങ്ങൾ അറ്റാക്ക് ചെയ്യുക. അവിടെ അതേപോലെ തന്നെ ഇവർ ലിവറിൽ പോകുന്നു, ലിവർ സെല്ലിൽ നിന്ന് ഇവർ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആൻഡ് അവർ ആരെ അറ്റാക്ക് ചെയ്യുക? ലിവർ സെൽസിനെയാണോ? അല്ല. നിങ്ങളെ ക്ലാസ് റൂം പൊളിച്ചിടുമോ? ഇല്ലല്ലോ. അവർ ലിവർ സെൽസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ദേ ഗോ അറ്റാക്ക് ദി RBC. ആരാണോ പ്രശ്നക്കാർ അവരെ പോയി അടിക്കും. അല്ല, അതേപോലെ തന്നെ RBC ആണ് പോയി അറ്റാക്ക് ചെയ്യുക. ആരാണ് അറ്റാക്ക് ചെയ്യുക? RBC അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ് വിച്ച് ആർ സീൻ ഇൻ ദി ബ്ലഡ്. എടാ, നമ്മുടെ ചോര റെഡ് ആവാനുള്ള കാരണം റെഡ് ബ്ലഡ് സെൽസിലുണ്ടല്ലേ? റെഡ് ബ്ലഡ് സെൽസിന് എന്ത് ചെയ്യും? പോയിട്ട് അറ്റാക്ക് ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെ RBCനെ അറ്റാക്ക് ചെയ്താൽ എന്ത് ചെയ്യും? നമ്മൾ പോയി അടിച്ചാൽ ലവന്മാർ എല്ല് പൊട്ടും, അല്ലേ? അവന്മാർ ഹോസ്പിറ്റലിലാവും. അതേപോലെ തന്നെ ഇവിടെ RBCക്ക് എന്ത് സംഭവിക്കും? ദേ റപ്ചർ. RBC പൊട്ടും. അവിടെ ബേസിക്കലി RBC ഇസ് ജസ്റ്റ് എ സെൽ, അല്ലേ? RBC ഇസ് ജസ്റ്റ് എ സെൽ, സോ ഇറ്റ് ക്യാൻ ഈസിലി ബ്രേക്ക്. അപ്പോൾ RBC എന്ത് ചെയ്യും? പൊട്ടും. അങ്ങനെ RBC പൊട്ടിയാൽ എന്താ പ്രശ്നം? RBC പൊട്ടിയാൽ എന്താ പ്രശ്നം? RBC പൊട്ടിയാൽ കുറേ പ്രശ്നമുണ്ട് കേട്ടോ. എന്താ പ്രശ്നം? മെയിനായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ RBC പൊട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, നമ്മളൊരു പിള്ളേരെ പോയി നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവർ എല്ല് പൊട്ടും, അവർ ഹോസ്പിറ്റലാവും. പക്ഷെ അവർ ഹോസ്പിറ്റലിൽ നിന്ന് മാറി വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ പ്രശ്നം വരാൻ പോകുന്നില്ലേ? ഇല്ലേ? അതെ. എടാ, അവന്മാരെന്നെ തല്ലി +2 പിള്ളേർ അവർ ശരിയില്ല, അവർ എന്താ പറയുക അടിണ്ടാക്കുന്ന പിള്ളേരാണെന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും? നിങ്ങളെപ്പറ്റി എന്ത് ചെയ്യും? കുറ്റം പറഞ്ഞ് നടക്കും, അല്ലേ? എല്ലാ സ്ഥലത്തും അവർക്ക് ചിലപ്പോൾ തിരിച്ചടിക്കാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ അവരെന്ത് ചെയ്യും? കാരണം അവർ എല്ലൊക്കെ പൊട്ടിക്കിടക്കില്ല, അവരിനെ എങ്ങനെ തിരിച്ചടിക്കാനാ? പക്ഷെ അവരെന്ത് ചെയ്യും? കുറ്റം പറഞ്ഞ് നടക്കും. നിങ്ങളെപ്പറ്റി ഒരു ചീത്ത പേര് ടീച്ചേഴ്സിൻ്റെ ഇടയിലും അതേപോലെ തന്നെ സ്കൂളിൽ മൊത്തത്തിലും നാട്ടുകാരുടെ ഇടയിലും മൊത്തത്തിൽ എന്ത് ചെയ്യും? പാരൻസിനെ വിളിക്കുന്നു, മൊത്തം പ്രശ്നം, അല്ലേ? അവർ മൊത്തം വിഷം കണ്ട് നടക്കും എല്ലാ സ്ഥലത്തും. അത് തന്നെയാണ് ഇവിടെ RBCയും ചെയ്യുന്നത്. RBC പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ ടോക്സിക് സബ്സ്റ്റൻസസ് എന്ത് ചെയ്യാൻ തുടങ്ങും? റിലീസ് ചെയ്യാൻ തുടങ്ങും. ഒരു പേരുണ്ട്, ഹീമോസോയിൻ. എടാ, RBC റെഡ് കളർ അല്ലേ? അപ്പോൾ അതിനകത്ത് ഹീമോഗ്ലോബിൻ ഇല്ലേ? അപ്പോൾ
ഹീമോ എന്ന് ആലോചിക്കാൻ പ്രശ്നമില്ലല്ലോ. പിന്നെ ടോക്സിക് സബ്സ്റ്റൻസ് ആയതുകൊണ്ടാണ് സോയിൻ എന്ന് പറഞ്ഞ ടേം അവിടെ വന്നത് കേട്ടോ. അപ്പോൾ ആരാണ് ഹീമോസോയിൻ? എന്താണ് ഹീമോസോയിൻ? ടേം ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും 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 എഴുതിയിട്ടും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യുന്നത്. അപ്പോൾ ഹീമോസോയിൻ ഒരു ടോക്സിക് സബ്സ്റ്റൻസ് ആണ്. ഇത് ആരാ റിലീസ് ചെയ്യുന്നത്? ആർ ബി സി പൊട്ടുമ്പോഴാണ് ഹീമോസോയിൻ റിലീസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അങ്ങനെ ഹീമോസോയിൻ എവിടെയാണ് റിലീസ് ചെയ്യപ്പെടുന്നത്? എടാ ആർ ബി സി പൊട്ടിയിലല്ല റിലീസ് ചെയ്യുന്നത്. അതെ, അങ്ങനെ ഒരു ഇൻഫെക്റ്റഡ് മൊസ്കിറ്റോ ഒരു ഇൻഫെക്റ്റഡ് ആളെ പോയി കടിച്ച്, അതായത് ഇൻഫെക്റ്റഡ് ആളെ പോയി കടിക്കത്തില്ല, ഒരു സാധാ മൊസ്കിറ്റോ. ഓക്കെ, ദാറ്റ്സ് എ മിസ്റ്റേക്ക്. അപ്പം ഹീമോസോയിൻ റിലീസായി. അപ്പം നമ്മുടെ ശരീരത്തിൽ ഇപ്പം എന്തുണ്ട്? ഹീമോസോയിൻ ഉണ്ട്. എടാ പിള്ളേരെ, കൊതു നമ്മളെ കടിച്ചു. ഈ പറഞ്ഞ സ്പോറോസോയിറ്റ് ലിവറിൽ മൾട്ടിപ്ലൈ ചെയ്തതും ആർ ബി സി പൊട്ടിയതും ഒക്കെ എവിടെയാ? നമ്മുടെ ശരീരത്തിനകത്ത്, ഹ്യൂമണിനകത്താണ് ഇതൊക്കെ നടക്കുന്നത്. അങ്ങനെ ഹീമോസോയിൻ റിലീസ് ആവുന്നത് എവിടെയാ? നമ്മുടെ ശരീരത്തിനകത്ത്. ഓക്കെ, റിലീസായി, ഹീമോസോയിൻ റിലീസായി. അങ്ങനെ നമ്മളിങ്ങനെ കിടക്കുകയാണ്, അയ്യോ എന്നും പറഞ്ഞാൽ നമ്മളിങ്ങനെ കിടക്കുന്നു. ഓക്കെ, അങ്ങനെ കിടക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? ആര് വരുന്നു? കൊതു വരുന്നു. ഒരു സാധാ കൊതു, ഒരു പാവം കൊതു. ആ കൊതു ഒരു തെറ്റും ചെയ്തില്ല, ചോര കുടിക്കാൻ വരുന്നതാണ്. വന്നിട്ട് എന്ത് ചെയ്തു? നമ്മളെ കുത്തി നമ്മുടെ അടുത്ത് ചോര കുടിക്കുകയാണ്. പക്ഷേ നമ്മുടെ ബ്ലഡിൽ ആരുണ്ട്? ഹീമോസോയിൻ ഉണ്ട്. അത് പാവം അവരറിഞ്ഞില്ല. ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഒന്നൊച്ച വെച്ചിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെന്ന് പറഞ്ഞ പോലെയാണ്. അവൻ എന്ത് ചെയ്തില്ല? അറിയത്തില്ല. സോ ആ കൊതു എന്ത് ചെയ്യുന്നു? ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാളെ വന്ന് കടിക്കുന്നു. ആരെ വന്ന് കടിക്കുന്നു? ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാളെ വന്ന് കടിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ഹീമോസോയിനും അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിനകത്തുള്ള പ്ലാസ്മോഡിയവും എല്ലാം കൂടെ എങ്ങോട്ട് കയറും? മൊസ്കിറ്റോനകത്തേക്ക് കയറും. ഹീമോസോയിൻ കയറുന്നതിനേക്കാൾ നിങ്ങൾ അറിയേണ്ട കാര്യം ആരാ കയറുക? പ്ലാസ്മോഡിയം കയറുന്നുള്ളതാണ് കേട്ടോ. ഈ ഹീമോസോയിൻ ശരിക്കും നമ്മുടെ ശരീരത്തിന് എഫക്ട് ചെയ്യുന്ന സാധനമാണ്. നമുക്ക് മലേറിയയിലെ സിംറ്റംസും പനിയും സംഭവങ്ങളൊക്കെ വരുന്നത് ഈ പറഞ്ഞ ഹീമോസോയിനൊക്കെ ഉള്ളതുകൊണ്ടാണ്. എനിവേസ്, കൊതു വന്ന് നമ്മളെ കടിക്കുന്നു. നമ്മളിങ്ങനെ കിടക്കുമ്പോൾ കൊതു വന്ന് നമ്മളെ കടിക്കുന്നു. നമ്മളെ കടിച്ചു കഴിഞ്ഞാൽ പാവ കൊതുവിന് അറിയത്തില്ലായിരുന്നു. ആ കൊതുവിന് ശരീരത്തിലേക്ക് ആര് കയറി? പ്ലാസ്മോഡിയം കയറി. ഓക്കെ, ആൻഡ് പ്ലാസ്മോഡിയം എന്തിനാണ് കയറിയത്? ഫർദർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് കയറിയത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടം വരെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി നമുക്ക് അങ്ങനെ വലിയൊരു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും വരത്തില്ല. ഓക്കെ, നിങ്ങൾ ഫുൾ കഥ കേൾക്കുക, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം എന്ത് സംഭവിച്ചു? ഈ പറഞ്ഞ പ്ലാസ്മോഡിയം എവിടെയും കയറി? ഒരു പാവം കൊതുവിൻ്റെ ശരീരത്തിൽ കയറി. അപ്പം ആ കൊതു എന്ത് ചെയ്തു? ഇൻഫെക്റ്റഡ് ആയ. അങ്ങനെ കൊതുവിൻ്റെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ, എല്ലാ ശരീരത്തിൽ കയറി കഴിഞ്ഞാലും പാത്തജൻ എന്താ ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യും. കൊതുവിൻ്റെ ശരീരത്തിൽ കയറി കഴിഞ്ഞാലും മൾട്ടിപ്ലൈ ചെയ്യും. മൊസ്കിറ്റോയുടെ ശരീരത്തിൽ കയറിയിട്ട് ഇറ്റ് സ്റ്റാർട്ട്സ് മൾട്ടിപ്ലൈസ് വിത്തിൻ ദ ബോഡി ഓഫ് മൊസ്കിറ്റോ. എക്സാക്ട് സ്ഥലം പറയുകയാണെങ്കിൽ ഇവിടെ സലൈവറി ഗ്ലാൻസിൽ, അതായത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സലൈവറി ഗ്ലാൻസിലല്ല. പക്ഷെ ഇവരെന്ത് ചെയ്യും? കൊതുവിൻ്റെ ബോഡി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് വീണ്ടും എന്ത് സംഭവിക്കും? സ്പോറോസോയിറ്റുകളായി മാറും. ആരായിട്ട് മാറും? ദേ ഫോം സ്പോറോസോയിറ്റ്സ്. ഓക്കെ, അപ്പം നമ്മുടെ ശരീരത്തിൽ കൺഫ്യൂഷനായോ? നമ്മുടെ ശരീരത്തിൽ ആദ്യം കയറിയ ആളാരാണ്? സ്പോറോസോയിറ്റ് ആണ്. സമ്മതിച്ചു. അത് കുറേ മൾട്ടിപ്ലൈ ആയി കുറേ എണ്ണല്ലേ? ഇപ്പൊ കുറേ പ്ലാസ്മോഡി ഇല്ലേ? ആ പ്ലാസ്മോഡി എല്ലാം സ്പോറോസോയിറ്റ് ആണോ? അല്ല, ആ കുറേ പ്ലാസ്മോഡി ഉണ്ട് എന്നുള്ള അർത്ഥമാണ്. ആ പ്ലാസ്മോഡി കൊതുവിൻ്റെ ശരീരത്തിൽ കയറി. കൊതുവിൻ്റെ ശരീരത്തിൽ നിന്നാണ് ഇത് സ്പോറോസോയിറ്റ് ആയിട്ട് മാറുന്നത്. മനസ്സിലായോ? കൊതുവിൻ്റെ ശരീരം ഇത് സാധാ പ്ലാസ്മോഡിയം. ഓക്കെ, അതായത് വലിയ ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാക്കാൻ കേപ്പബിലിറ്റി ഇല്ലാത്ത സാധാ പ്ലാസ്മോഡിയാണ് കൊതുവിൻ്റെ ശരീരത്തിലേക്ക് കയറുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൊതുവിന് ഡിസീസ് വരാത്തത്. പക്ഷേ കൊതുവിൻ്റെ ശരീരത്തിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സ്പോറോസോയിറ്റ് ആവാൻ തുടങ്ങും. സ്പോറോസോയിറ്റ് ആവാൻ തുടങ്ങുന്നത് മാത്രമല്ല, സ്പോറോസോയിറ്റ് ആയി മാറിയിട്ട് അത് എവിടെ സ്റ്റോർ ചെയ്യപ്പെടും? സലൈവറി ഗ്ലാൻഡ്. കൊതുവിൻ്റെ സലൈവറി ഗ്ലാൻഡിൽ എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യും. അവിടെ പോയി നിൽക്കും. ആര്? ഈ പറഞ്ഞ സ്പോറോസോയിറ്റ്. ആരാ നിൽക്കുന്നേ? സ്പോറോസോയിറ്റ്. പക്ഷെ കൊതുവിനെ ബാധിക്കത്തില്ല കേട്ടോ. കൊതുവിൻ്റെ സലൈവറി ഗ്ലാൻഡിൽ പോയി നിൽക്കും. ഇപ്പം ഇവനൊരു മനുഷ്യനെ കടിക്കും, എന്നിട്ട് വേണം എനിക്ക് അവൻ്റെ ശരീരത്തിൽ കയറണമെന്ന് പറഞ്ഞിട്ട് എവിടെ പോയി നിൽക്കും? സലൈവറി ഗ്ലാൻഡിൽ പോയിട്ട് നിൽക്കും. അങ്ങനെ ഈ കൊതു, ആര്? ഈ പറഞ്ഞ ഇൻഫെക്റ്റഡ് ആയ കൊതു, അതായത് സലൈവറി ഗ്ലാൻഡിൽ ഈ പറഞ്ഞ സ്പോറോസോയിറ്റ് ഉള്ള കൊതു, അതെന്ത് ചെയ്യും? അത് വന്നിട്ട് നിങ്ങളിങ്ങനെ കിടക്കുകയാണല്ലോ, നിങ്ങൾക്ക് മലേറിയ വന്നല്ലോ, അപ്പോൾ നിങ്ങളിങ്ങനെ കിടക്കുകയാണല്ലോ, നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ ഹീമോസോയിനും പ്ലാസ്മോഡിയം മൊത്തം പ്രശ്നമാണ്. പക്ഷേ തൊട്ടപ്പുറത്തെ റൂമിൽ നിങ്ങളുടെ അച്ഛനും അമ്മയുണ്ട്, അവർക്ക് മലേറിയ വന്നിട്ടില്ല, പക്ഷേ ഇങ്ങനെ ഉറങ്ങാണ്. അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങളെ കടിച്ച കൊതു ഇങ്ങനെ പോയി അപ്പുറത്തെ റൂം പോയി നിങ്ങളെ അച്ഛനെ അമ്മേനെയും കടിക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങളെ കടിച്ച കൊതു എന്ന് പറയുമ്പോൾ ആ കൊതുവിൻ്റെ ശരീരത്തിൽ എന്തുണ്ട്? പ്ലാസ്മോഡിയം ഉണ്ട്. അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സ്പോറോസോയിറ്റ് ആയി മാറിയിട്ടുമുണ്ട്. എവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്? സലൈവറി ഗ്ലാൻഡിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഈ കൊതു ഇങ്ങനെ പോയി അവരെ കടിക്കുന്ന സമയത്ത് ഈ സലൈവറി ഗ്ലാൻഡിൽ നിന്ന് ഈ പറഞ്ഞ സ്പോറോസോയിറ്റുകൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ അച്ഛൻ്റെ അമ്മേൻ്റെ ശരീരത്തിലേക്ക് മാറുകയും നമ്മൾ നേരത്തെ പറഞ്ഞു വന്ന എല്ലാ സംഭവങ്ങളും വീണ്ടും നടക്കുകയും ചെയ്യും. സ്പോറോസോയിറ്റ് വരും, മൾട്ടിപ്ലൈ ചെയ്യും, ലിവറിന് മൾട്ടിപ്ലൈ ചെയ്യും, ആർ ബി സിനെ അറ്റാക്ക് ചെയ്യും, ആർ ബി സി റപ്ചർ ചെയ്യും, ഹീമോസോയിൻ റിലീസ് ചെയ്യും, ഓർക്ക് മലേറിയ വരും. മനസ്സിലായോ? ഇതാണ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഇത്രയുള്ള ലൈഫ് സൈക്കിൾ. നിങ്ങൾക്ക് ഒരു ഇമേജും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടല്ലാതെ ഈ പറഞ്ഞ ലൈഫ് സൈക്കിളിനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ
പറ്റില്ല കേട്ടോ. ഇമേജ് കൂടെ കാണിച്ചാൽ ഞാൻ എന്ത് ചെയ്യാം നിങ്ങളുടെ NCERT-യിലെ ഇമേജ് ആണ്. ഇറ്റ്സ് എ ബിറ്റ് ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ബട്ട് ജസ്റ്റ് ബെയർ വിത്ത് മീ ഫോർ എ വൈൽ. ഓക്കെ, എന്താ സംഭവം? നിങ്ങൾ എവിടെ നിന്നാണ് ഇപ്പോൾ തുടങ്ങിയത്? ഓക്കെ, മൊസ്കിറ്റോ നമ്മളെ കടിക്കുന്നു. വെൻ ദ മൊസ്കിറ്റോ, ഞാൻ വായിച്ചു തരാം. വെൻ ദ മൊസ്കിറ്റോ ബൈറ്റ്സ് അനദർ ഹ്യൂമൻ, സ്പോറോസോയിഡ്സ് ആർ ഇൻജെക്റ്റഡ് വിത്ത് ബൈറ്റ്. ദേ കൊതു നമ്മളെ കടിക്കുന്നു. നമ്മൾ സ്പോറോസോയിഡ്സ് എന്ത് ചെയ്യുന്നു? അവരെ സലൈവറി ഗ്ലാൻഡ് ഉണ്ടായിരുന്നല്ലോ, അത് നമ്മളെ ശരീരത്തിലേക്ക് പോകുന്നു. അങ്ങനെ ശരീരത്തിലേക്ക് പോയ സ്പോറോസോയിറ്റുകൾ നേരെ എവിടേക്ക് പോകും? ലിവറിലേക്ക് പോകും. കാരണം അവന്മാർ കുറച്ച് കൂടിയ ആൾക്കാരാണ്, അവർക്ക് അങ്ങനെ തോന്നിയ സ്ഥലത്ത് ഇരിക്കാൻ പറ്റത്തില്ല. അവരെങ്ങോട്ട് പോകും? നേരെ എങ്ങോട്ട് പോകും? ലിവർ സെൽസിലേക്ക് പോകും. ഇതെന്താണ്? ലിവറാണ്. ഓക്കെ, സ്പോറോസോയിറ്റുകൾ നേരെ ലിവറിലേക്ക് പോകും. ലിവർ എന്ത് ചെയ്യാൻ തുടങ്ങും? മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങും. എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. ബ്ലഡ് വഴിയാണ് കേട്ടോ ഇവർ ലിവറിലേക്ക് പോവുക. അസ്കോഡ് ഒബ്വിയസ് അല്ല, കളിച്ച ചോരയിലല്ല കടിക്കുന്നത്. അപ്പം ബ്ലഡ് വഴി ഇവരെന്ത് ചെയ്യും? ലിവറിലെത്തുന്നുള്ളതാണ്. അങ്ങനെ ലിവറിലെത്തിക്കഴിഞ്ഞാൽ ഇവർ മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങും. ഇതാ 3, 4 ആയി, 4, 8 ആയി, അങ്ങനെ എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ലിവർ സെൽസിൽ എന്ത് ചെയ്യും? നിറയും. അങ്ങനെ നിറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വീണ്ടും എങ്ങോട്ട് റിലീസാവും? ഇവർ നേരെ എങ്ങോട്ട് റിലീസാവും? ഇവർ ബ്ലഡിലേക്ക് തന്നെ റിലീസാവും. കാരണം അവിടെ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു പോയത്. ഇവർ നേരെ എന്ത് ചെയ്തു? ഇവർ ബ്ലഡിലേക്ക് റിലീസായി. ഓക്കെ, ബ്ലഡിലേക്ക് റിലീസായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പാരസൈറ്റ്സ് റീപ്രൊഡ്യൂസ് സെക്ഷലി ഇൻ റെഡ് ബ്ലഡ് സെൽസ്, ബേഴ്സ്റ്റിംഗ് റെഡ് ബ്ലഡ് സെൽസ്. സംഭവമൊന്നുമില്ല. ബ്ലഡിലേക്ക് റിലീസ് ആയി കഴിഞ്ഞാൽ RBCനെ അറ്റാക്ക് ചെയ്യും. ഇതാണ് ആര്? RBC. ഓക്കെ, സോ ദിസ് ഇസ് യോർ RBC. നേരെ RBCനെ അറ്റാക്ക് ചെയ്യും. അറ്റാക്ക് ചെയ്തിട്ട് അവിടെ കയറി മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. മൊത്തം മൾട്ടിപ്ലിക്കേഷൻ ആണ്, വേറെ ഒന്നും അവരുടെ കയ്യിലില്ല. മൊത്തം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. അതായത് ഇതൊരു RBC സെല്ലാണെന്ന് വിചാരിച്ചു കേട്ടോ. ഇതൊരു RBC സെല്ലാണ്. ഇതിനകത്ത് ഒരാൾ വന്നാൽ പ്രശ്നമില്ല, ഇതിനകത്ത് 2 ആൾ വന്നാൽ പ്രശ്നമില്ല. ഇതിനകത്ത് ഇങ്ങനെ വന്ന് നിറഞ്ഞ് ഫുൾ നിറയും RBC സെൽ. ഇവർ മൾട്ടിപ്ലൈ ചെയ്ത് പ്ലാസ്മോഡിയ കേട്ടോ ഇത്. ഇവർ അതായത് സ്പോറോസോയിറ്റ് നിറഞ്ഞ് മൊത്തം നിറഞ്ഞ് ഈ RBC എന്ത് ചെയ്യും? അങ്ങോട്ട് പൊട്ടുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? RBC പൊട്ടി. ആൻഡ് RBC പൊട്ടുന്ന സമയത്ത് നിങ്ങൾക്കറിയാം അവിടെ എന്താണ്? ഇവർ റിലീസ് ആവുന്നുള്ളൊരു പ്രശ്നം മാത്രമല്ല, പകരം അവിടെ ആരും റിലീസ് ആവുന്നുണ്ട്? ഹീമോസോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോക്സിക് സബ്സ്റ്റൻസും റിലീസ് ആവുന്നുണ്ട്. അതാണ് RBC പൊട്ടിയാലുള്ള പ്രശ്നം. എന്ത് റിലീസാവും? ഹീമോസോയിൻ എന്ന് പറഞ്ഞ ഒരു ടോക്സിക് സബ്സ്റ്റൻസ് എന്താകുന്നുണ്ട്? റിലീസ് ആവുന്നുണ്ട്. ഓക്കെ, അതാണ് അവിടെ നടക്കുന്നത്. RBC വന്നു, RBC പൊട്ടി, ആൻഡ് ഹീമോസോയിൻ റിലീസായി. ഓക്കെ ഫൈൻ, റിലീസായി. ഇനി എന്താ വീണ്ടും സംഭവിക്കുക? ഇങ്ങനെ റിലീസായി കിടക്കുന്ന ഒരാളുടെ ശരീരത്തിൽ ആര് വന്ന് കടിക്കും? കൊതു വന്ന് കടിക്കും. കൊതു വന്ന് കടിക്കുന്നു. അങ്ങനെ കൊതു കടിക്കുമ്പോൾ പാവം കൊതു, ഈ കൊതുവിനൊന്നും അറിയാൻ മേലായിരുന്നു. പക്ഷേ കൊതു വന്ന് കടിക്കുന്ന സമയത്ത് വീണ്ടും എന്ത് സംഭവിച്ചു? കൊതുവിൻ്റെ ശരീരത്തിലേക്ക് ആര് പോയി? ഈ പറഞ്ഞ പ്ലാസ്മോഡിയം കയറി എന്നുള്ളതാണ്. അങ്ങനെ പ്ലാസ്മോഡിയം കയറി കഴിഞ്ഞാൽ ബാക്കി പ്ലാസ്മോഡിയത്തിൻ്റെ ഡെവലപ്മെൻറ്റ് എവിടെയാണ് നടക്കുന്നത്? കൊതുല നടക്കുന്നത്. അപ്പോൾ ബേസിക്കലി പ്ലാസ്മോഡിയം എന്തിനാ കൊതുവിന് ശരീരത്തിൽ കയറുന്നത്? വെറുതെ തമാശയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കളിക്കാണോ? അല്ലടാ, ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ പ്ലാസ്മോഡിയത്തിന് റീപ്രൊഡ്യൂസ് ചെയ്യണം, അതായത് ഫെർട്ടിലൈസേഷൻ. ഇവിടെയൊക്കെ ഡിവിഷൻ ഇല്ലടാ നടക്കുന്നത്. ഇവിടെയൊക്കെ ബേസിക്കലി നടക്കുന്നത് ആസെക്ഷുവൽ ഡിവിഷനാണ്. അതായത് ഒരാളുണ്ടെങ്കിൽ അയാൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ആളാവുന്നു, ഇയാൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ആളാവുന്നു, ഇയാൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ആളാവുന്നു. അങ്ങനെ ബേസിക്കലി ജസ്റ്റ് ഡിവിഷൻ, അസെക്ഷുവൽ ഡിവിഷനാണ് നടക്കുന്നത്. പക്ഷേ ഇതിന് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ചെയ്യണ്ടേ? അങ്ങനെ ഇത് രണ്ടും ചെയ്യുന്നുണ്ട് പ്ലാസ്മോഡിയം. അസെക്ഷലും ചെയ്യും, സെക്ഷലും ചെയ്യും. ഇവിടെയൊക്കെ ചെയ്തത് RBCയിലും നമ്മുടെ ശരീരത്തിലൊക്കെ ചെയ്തത് അസെക്ഷലാണ്. കാരണം നമ്മുടെ ശരീരത്തിൽ സെക്ഷൽ റിപ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷേ ഇവന്മാർ വീണ്ടും കൊതുവിൻ്റെ ശരീരത്തിൽ കയറുന്നില്ലേ? അവന്മാർ ആ സമയത്ത് ചെയ്യുന്നത് എന്താണ്? സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്, അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ ആണ്. കൊതുവിൻ്റെ ഗട്ടിൽ വയറിൽ നിന്നാണ് ചെയ്യുക, കൊതുവിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നിന്ന്. അപ്പോൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ പോലെ തന്നെ ഇവർ ഫർദർ ഡെവലപ്പ് ചെയ്യും. അങ്ങനെ സ്പോറോസോയിറ്റുകളായി മാറി ഇവരെന്ത് ചെയ്യുന്നു? നേരെ സെലൈവറി ഗ്ലാൻഡിൽ വന്നിട്ട്, കൊതുവിൻ്റെ സെലൈവറി ഗ്ലാൻഡിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇവർ ഡിവൈഡ് ചെയ്യുന്നു. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിപ്പം നമ്മളെ സ്പോറോസോയിറ്റ് അല്ലെങ്കിൽ നമ്മളെ പ്ലാസ്മോഡിയാണെന്ന് വിചാരിച്ചോ, ഇവർ അസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യൂലേ? അതായത് ചുമ്മാ തമാശയ്ക്ക് ഡിവൈഡ് ചെയ്ത് കളിക്കൂലേ? നമ്മുടെ ശരീരത്തിനകത്ത് നമ്മുടെ ലിവറിൽ കയറിയിട്ട് തോന്നിയ മാതിരി ഡിവൈഡ് ചെയ്ത് കളിക്കൂലേ? എവിടെ നടക്കുന്നത്? ലിവറിൽ കയറിയിട്ട് ഹ്യൂമൻ്റെ ലിവറിൽ. ഓക്കെ, ഹ്യൂമൻ്റെ ലിവറിൽ കയറിയിട്ട് ഇവർ തോന്നിയ പോലെ ഡിവൈഡ് ചെയ്യൂലേ? അതിന് നമ്മൾ അസെക്ഷൽ എന്നല്ലേ വിളിക്കുക? അതെ, അസെക്ഷൽ എന്നാണ് നമ്മൾ വിളിക്കാൻ പോകുന്നത്. വിളിച്ചു. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പുതുതായി ഉണ്ടായവന്മാരൊക്കെ ഉണ്ടല്ലോടാ, ഇതൊക്കെ ജസ്റ്റ് പ്ലാസ്മോഡിയാണ്. ആരാണ്? പ്ലാസ്മോഡിയം. സ്പോറോസോയിറ്റ് അല്ല. ദർ ജസ്റ്റ് ബേസിക്കലി പ്ലാസ്മോഡിയം. സ്പോറോസോയിറ്റ് ഫോമിലല്ല ഉണ്ടാവുക. അപ്പോൾ ഇവൻ സ്പോറോസോയിറ്റ് ആയിരിക്കും. നമ്മുടെ ശരീരത്തിനകത്ത് ആദ്യം കയറിയ ആൾ അഫ്കോഴ്സ് സ്പോറോസോയിറ്റ് ഫോമിലാണ് കയറുന്നത്. അതായത് ഇൻഫെക്ഷ്യസ് ഫോമാണ് സ്പോറോസോയിറ്റ് ഫോം കേട്ടോ. സ്പോറോസോയിറ്റ് ഫോമിലാണ് ഇവൻ കയറുന്നത്. ഓക്കെ, ഇവൻ കയറുന്ന സ്പോറോസോയിറ്റ് ഫോമിലാണ്. അവൻ ഡേഞ്ചറസ് ആണ്. പക്ഷേ ബാക്കിയുള്ളവന്മാരുണ്ടല്ലോ, ഇതിൽ നിന്ന് ഡിവൈഡ് ചെയ്ത് വരുന്നവർ എന്തായിരിക്കത്തില്ല? സ്പോറോസോയിറ്റ് ഫോമിലായിരിക്കത്തില്ല.
അവരെന്തായിരിക്കും? നോർമൽ പ്ലാസ്മോഡിയം പോലെ ആയിരിക്കും. ഓക്കെ ഫൈൻ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എടാ കൊതുവിന്റെ ശരീരടാ, കൊതുവിന്റെ ശരീരത്തിൽ ആരാ കയറുന്നത്? ഈ പ്ലാസ്മോഡിയം അല്ലേ നമ്മുടെ ശരീരം, നമ്മുടെ ബെഡിലുണ്ടായിരുന്ന ഇവന്മാരല്ലേ കൊതുവിന്റെ ശരീരത്തിൽ കയറുക? സ്പോറോസോയിറ്റ് അല്ലല്ലോ കൊതുവിന്റെ ശരീരത്തിൽ കയറുന്നത്. അല്ല, സാധാ പ്ലാസ്മോഡിയാണ് കൊതുവിന്റെ ശരീരത്തിൽ കയറുന്നത്. പക്ഷെ കയറി കഴിഞ്ഞതിന് ശേഷം അവിടെ എന്ത് നടക്കും? അവിടെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കും. എന്ത് നടക്കും? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കും. കാരണം കൊതുവിന്റെ ശരീരത്തിൽ നിന്ന് മാത്രമേ ഇവർക്ക് സെക്ഷൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കും. അങ്ങനെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടന്നിട്ട് ഇവരുണ്ടാക്കുന്ന ആൾക്കാരാണ് ആര്? സ്പോറോസോയിറ്റുകൾ. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? സ്പോറോസോയിറ്റ് ഉണ്ടാകുന്നത്. സോ ദിസ് ഇസ് നോർമൽ പ്ലാസ്മോഡിയം ആൻഡ് ദിസ് ഇസ് സ്പോറോസോയിറ്റ്. ഓക്കെ, ആൻഡ് ഇതെവിടെയാണ് നടക്കുന്നത്? ഇത് കൊതുക് തന്നെ എഴുതാം. കൊതുക് എന്ന് എഴുതാണെന്ന് തോന്നുന്നു അല്ലേ മലയാളത്തിലാവുന്ന സമയത്ത്? ഓക്കെ, കൊതുകിൻ്റെ എവിടെയാണ് നടക്കുന്നത്? ഗട്ടിൽ വെച്ചിട്ടാണ് നടക്കുക. ഗട്ട് അല്ലെങ്കിൽ അതിൻ്റെ എലിമെൻ്ററി കനാൽ. ഓക്കെ, സോ ഇതാണ് നിങ്ങളുടെ 2 സെക്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് നിങ്ങളുടെ 2 സെക്ഷൻ എന്ന് പറയുന്നത്. ഹ്യൂമനിലുള്ള സെക്ഷനും അതേപോലെ തന്നെ കൊതുവിലുള്ള സെക്ഷനും. മേലെ നിങ്ങൾ കാണുന്നത് ഹ്യൂമനിലുള്ളത്, താഴെ നിങ്ങൾ കാണുന്നത് കൊതുവിലുള്ളത്. മേലുള്ളത് സെക്ഷൽ, താഴെയുള്ളത് സെക്ഷൽ. ക്ലിയർ ആയോ? ഇതാണ് സംഭവം. അപ്പോൾ പിന്നെ സ്പോറോസോയിറ്റ് വരും, അത് പിന്നെ നമ്മളെ കൊതുക് കടിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ കയറും. ഇതാണ്, വേറെ കോംപ്ലിക്കേറ്റഡ് സംഭവങ്ങളൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ എന്ത് നിങ്ങളുടെ പ്ലാസ്മോഡിയത്തിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. പ്ലാസ്മോഡിയം വൈവാക്സിൻ്റെ ലൈഫ് സൈക്കിൾ ടു ബി പ്രിസൈസ്. ഓക്കെ, പ്ലാസ്മോഡിയം വൈവാക്സിൻ്റെ ലൈഫ് സൈക്കിൾ ചെറിയ വ്യത്യാസം ഉണ്ടാകും ബാക്കിയുള്ളവർക്ക്. പക്ഷേ സംഭവം ഇത്ര തന്നെ. പ്ലാസ്മോഡിയം വൈവാക്സിൻ്റെ ലൈഫ് സൈക്കിൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു. കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെ ഇല്ല. അതാണ് മലേറിയ. ഓക്കെ, ഇതെന്താ? പ്രോട്ടോസോൺ ഡിസീസ് അല്ലേ? അതെ. പക്ഷെ പ്രോട്ടോസോൺ ഡിസീസസ് ഒന്ന് മാത്രമായിരുന്നോ? അല്ല, അമീബയാസിസും ഉണ്ട്. അമീബയാസിസും ഞാൻ പ്രോട്ടോസോൺ ഡിസീസസിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിയല്ലേ? അപ്പോൾ നമ്മൾ മലേറിയ പഠിച്ചില്ലേ? ഇത് കുറച്ച് വലിയ ടോപ്പിക് അല്ലേ? നമ്മൾ ഇതൊക്കെ പഠിച്ച് നമ്മൾ ക്ഷീണിച്ചില്ലേ? ഇനി നമുക്ക് അമീബയാസിസ് ഇപ്പോൾ പഠിക്കണോ? വേണ്ട. നമുക്ക് അമീബയാസിസ് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? നിർത്തുന്നത്. എന്തിനാണ് ഞാനിവിടെ നിർത്തുന്നത്? കാരണം മലേറിയയും ലൈഫ് സ്പാനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ലൈഫ് സൈക്കിളും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അത് ആദ്യം വൃത്തിക്ക് പഠിക്കണം. അപ്പോൾ ഞാൻ ഓവറായിട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് പഠിക്കത്തില്ല. സോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല? അത് ഈ വീഡിയോനകത്ത് എടുക്കുന്നില്ല. നിങ്ങളത് പ്രോപ്പറായിട്ട് ഇരുന്നിട്ട് ഇതുവരെ എടുത്ത സാധനങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. തുടക്കത്തിലൊന്നുള്ള സാധനങ്ങളൊന്നും തന്നെ പഠിക്കാനില്ല കേട്ടോ. ആകെ മെയിനായിട്ട് പഠിക്കാനുള്ളത് മലേറിയയും അതിൻ്റെ പ്ലാസ്മോഡിയത്തിൻ്റെ ലൈഫ് സൈക്കിളുമാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? സോ ഇതുവരെ എടുത്തതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അതേപോലെ തന്നെ ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ടെമ്പറേച്ചർ അല്ല, നോർമൽ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ എത്രയാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ എന്ത് ചെയ്യുക? ഒന്ന് മെൻഷൻ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ത് നിങ്ങൾ പറഞ്ഞത് മലേറിയയും നിങ്ങളുടെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോട്ടോസോൺ ഡിസീസ് തന്നെയാണ് നമ്മൾ അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യുക. വിൽ സ്റ്റാർട്ട് വിത്ത് അമീബിയാസിസ്. ഓക്കെ, സോ ടിൽ ദെൻ നിങ്ങൾ വൃത്തിക്കിരുന്ന് പഠിക്കുക ആൻഡ് ടേക്ക് കെയർ. ഓക്കെ, പ്രോപ്പറായിട്ട് ഫുഡൊക്കെ കഴിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, പഠിക്കുക, വർക്ക് ചെയ്യുക. ഓക്കെ, ബൈ.